സോറി, ETBBMS എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റത്തിലുള്ള തന്നെ വോട്ട് ചെയ്യാൻ നേരിട്ട് എത്താൻ കഴിയാത്ത സർവീസ് വോട്ടേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ആംഡ് ഒഫീഷ്യൽസ്, നേവി, മിലിറ്ററി, അങ്ങനെയുള്ള ഒഫീഷ്യൽസ്, ഡിപ്ലോമാറ്റ്സ്, ഇവർക്കൊന്നും നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി നാട്ടിലെത്താൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ അവരുടെ വോട്ട് ഒരു ഇലക്ട്രോണിക് പോസ്റ്റൽ ബാലറ്റ് നമ്മൾ ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് അവർക്ക് ആ പോസ്റ്റൽ ബാലറ്റ് കിട്ടി, അവർ ആ പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് ചെയ്ത് അത് തിരിച്ച് റിട്ടേണിംഗ് ഓഫീസർക്ക് അയക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ETBMS ചെയ്യുന്നത്. ഇറ്റ്സ് ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ഓഫ് പോസ്റ്റൽ ബാലറ്റ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പം ഓൾറെഡി നമുക്ക് ഒരു സർവീസ് വോട്ടർ പോർട്ടൽ ഉണ്ട്. ഈ ഇലക്ഷനുമായിട്ടല്ലാതെ തന്നെ ജനറൽ ആയിട്ടുള്ള ഒരു പോർട്ടലാണ്. ആ പോർട്ടലിലാണ് ബാക്കി ഇതിന്റെ മുമ്പ് നടക്കുന്ന ആക്ടിവിറ്റീസുകളെല്ലാം, അതായത് ഈ ആംഡ് ഒഫീഷ്യൽസ് ഓൺബോർഡ് ചെയ്യുന്നതും അവരുടെ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഈ സർവീസ് വോട്ടർ പോർട്ടലിലാണ്. പക്ഷേ സർവീസ് പോർട്ടലിൽ ഇത് നടക്കുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റൽ ബാലറ്റ് ഈ പറയുന്ന സർവീസ് വോട്ടേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ETBMS സിസ്റ്റം വഴി മാത്രമാണ്. ഇത് മാത്രമാണ് ആറോടെ ഉത്തരവാദിത്തം. അതിൽ വോട്ടറിന്റെ പേര് ചേർക്കുക, സർവീസ് വോട്ടറായിട്ട് ആഡ് ചെയ്യുക, സർവീസ് വോട്ടറായിട്ട് ലിസ്റ്റ് ചെയ്യുക, അത് ഫൈനലൈസ് ചെയ്യുക എന്നിവയൊന്നും ആറോടെ റിവ്യൂവിൽ വരുന്നതല്ല. അതിനെപ്പറ്റി RO ഓഫീസോ അല്ലെങ്കിൽ മറ്റ് RO നോഡൽസോ അതിനെപ്പറ്റി അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഇതിന്റെ അകത്ത് സർവീസ് വോട്ടർമാരുടെ ലിസ്റ്റ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ ആ സർവീസ് വോട്ടർമാർക്ക് ഒരു പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ സിസ്റ്റത്തിലൂടെ തന്നെ ഒരു പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് നമ്മൾ ഈ പോർട്ടലിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് പോസ്റ്റൽ ബാലറ്റ്സ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റൽ ബാലറ്റ് ഇലക്ട്രോണിക്കലി നമ്മൾ ഈ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയാണ്. അവരത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വോട്ട് ചെയ്ത് ROയ്ക്ക് തിരിച്ച് അയക്കും. അപ്പൊ ഇതിനകത്തുള്ള പ്രധാന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ഇലക്ഷൻ അനൗൺസ്മെന്റ് ആണ്. അത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിങ്ങളുടെ ROയുടെ ECI നെറ്റ് ലോഗിനകത്ത് ETBMS അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇലക്ഷന്റെ ഡേറ്റ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ആക്ടിവിറ്റി നമുക്ക് ഈ വരുന്ന 23-ാം തീയതിയാണ്. അതിലും ROയ്ക്ക് റോൾ ഇല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവീസ് വോട്ടർ പോർട്ടലിലുള്ള EROമാര്, എല്ലാ EROമാർക്കും സർവീസ് പോർട്ടലിൽ ലോഗിൻ ഉണ്ട്. അവര് ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ 23-ാം തീയതി 3 മണിക്ക് ശേഷം അവരുടെ പോർട്ടലിൽ കയറി ആ സർവീസ് വോട്ടേഴ്സിനെ അവര് ഫൈനലൈസ് ചെയ്യും. ഇവിടെയും RO അല്ല ഇത് ചെയ്യേണ്ടത്, ERO ആണ്. ആ നിർദ്ദേശം ഇവിടുന്ന് കൊടുക്കുന്നതായിരിക്കും. എല്ലാ EROമാരും അന്ന് വൈകിട്ട് 3 മണിക്ക് ശേഷം സർവീസ് വോട്ടർ പോർട്ടലിൽ കയറി ഈ സർവീസ് വോട്ടർ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യേണ്ടതാണ്. 1ഉം 2ഉം ഓൾറെഡി ROയുടെ റിവ്യൂവിൽ വരുന്നതല്ല. 1 ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. സെക്കൻഡ് 23-ാം തീയതി വൈകിട്ടോടുകൂടി കംപ്ലീറ്റ് ആവും. 3ഉം 4ഉം 5ഉമാണ് നമ്മൾ ROയുടെ ഇതിൽ ചെയ്യുന്നത്. അപ്പം മൂന്നാമത്തത് എന്ന് പറയുന്ന ആക്ടിവിറ്റി വരുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ ആണ്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ എന്ന് പറയുന്നത് 26-നാണ്. 26-ന് ഈ പോസ്റ്റൽ ബാലറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് 27-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പായിട്ട് ഈ സർവീസ് വോട്ടേഴ്സിന് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ മൂന്നാമത്തെ ആക്ടിവിറ്റി വളരെ പ്രധാനമാണ്. മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റൽ ബാലറ്റ് 26-ാം തീയതി 3 മണിക്കും 27-ാം തീയതി 3 മണിക്കും ഇടയ്ക്ക് ഈ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതത് സർവീസ് വോട്ടേഴ്സിന് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഈ ഒരു ആക്ടിവിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. 4ഉം 5ഉം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നാലാമത്തത് അവരുടെ ആക്ടിവിറ്റിയാണ്. ഈ സർവീസ് വോട്ടർമാർ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. അവർക്ക് അതിൻ്റെതായ ഒരു പ്രോസസ് ഉണ്ട്, അവരത് ചെയ്തോളും, നമ്മൾ അതിൽ പറയേണ്ട. 5ാമത്തെ ആക്ടിവിറ്റി കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അത് നമുക്ക് കൗണ്ടിങ്ങിന്റെ ടൈമിലോട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിഡ്രോവലിലാണ് ആദ്യ ആക്ടിവിറ്റി വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിഡ്രോവലിന്റെ 3 മണിക്ക് ശേഷം പോസ്റ്റൽ ബാലറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ അപ്രൂവൽ എടുത്ത് 27-ാം തീയതി 3 മണിക്ക് മുമ്പായിട്ട് എല്ലാ സർവീസ് വോട്ടേഴ്സിനും ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. സോ എന്താണ് നമ്മൾ ഈ പോർട്ടലിൽ ചെയ്യുന്ന ആക്ടിവിറ്റി എന്നുള്ളത് നോക്കാം. ഈ പറയുന്ന ഫസ്റ്റ് ആക്ടിവിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, EROമാര് സർവീസ് വോട്ടറിൽ കയറി അവരൊന്നുമില്ല, ജസ്റ്റ് ആ സർവീസ് വോട്ടേഴ്സിന്റെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നുള്ളതാണ്. ഇവിടെ RO ഒന്നും ചെയ്യാനില്ല. ERO ഹാസ് ടു ഡു ദ ഫൈനലൈസേഷൻ ഇൻ ദ സർവീസ് വോട്ടർ പോർട്ടൽ, ദാറ്റ് ദേ വിൽ ബി ഡൂയിങ് ഇറ്റ്. അത് അവർ ചെയ്തോളും. സോ ഇപ്പൊ
ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിഡ്രോവലിന്റെ 3 മണി തൊട്ടാണ്. റിട്ടേണിംഗ് ഓഫീസർ ഇതിന്റെ അകത്ത് ലോഗിൻ ചെയ്ത് ഇതിലൊരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഉണ്ട്, പോസ്റ്റൽ ബാലറ്റിന്റെ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ആ ആപ്ലിക്കേഷൻ മുഖേന ഒരു പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ആ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പോസ്റ്റൽ ബാലറ്റ് വീണ്ടും ഈ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ അത് സർവീസ് വോട്ടേഴ്സിന് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇത് ഓൾറെഡി ചെയ്യാം. നിങ്ങൾ ഇത് നേരത്തെ ഇപ്പൊ നമ്മൾ ഡെമോ കാണിക്കുമ്പോൾ പറയാം, നിങ്ങൾ ഈ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ സ്ക്രൂട്ടിനി ഡേറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ കയ്യിൽ ഒരു ലിസ്റ്റ് കിട്ടും, ആരൊക്കെയാണ് അക്സെപ്റ്റഡ് നോമിനേഷൻസ് എന്നുള്ളത്. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 27-ാം തീയതി 3 മണിക്ക് ശേഷം ഇതെല്ലാം കൂടെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. നമ്മൾ സ്ക്രൂട്ടിനി കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ കയ്യിൽ ഒരു ലിസ്റ്റ് കിട്ടും, അക്സെപ്റ്റഡ് നോമിനേഷൻസിന്റെ ലിസ്റ്റ് കിട്ടും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. 27-ാം തീയതി 3 മണിക്ക് 26-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിഡ്രോവലിന്റെ 3 മണിക്ക് ശേഷം നമുക്ക് കൃത്യമായിട്ട് ആരൊക്കെ വിഡ്രോ ചെയ്തു എന്നുള്ളതും ഫൈനൽ ലിസ്റ്റും അറിയാം. അത് പ്രകാരം നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോസ്റ്റൽ ബാലറ്റിൽ നിന്നും വിഡ്രോ ചെയ്ത സ്ഥാനാർത്ഥികൾ ഡിലീറ്റ് മാത്രം ചെയ്യുക. സോ 27-ാം തീയതി നമ്മൾ എല്ലാ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കരുത്. സ്ക്രൂട്ടണിക്ക് ശേഷം നമ്മൾ ഈ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുക, പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. വിഡ്രോവൽ കഴിയുന്ന ഉടനെ തന്നെ ആരെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് അവരെ ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം ആ പോസ്റ്റൽ ബാലറ്റ് കൺഫേം ചെയ്യുക, തുടർന്ന് അപ്ലോഡ് ചെയ്യുക. സോ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ റിട്ടേണിംഗ് ഓഫീസർക്ക് ഈ പോസ്റ്റൽ അതെല്ലാം നമ്മളിപ്പോ ലൈവ് ഡെമോയിൽ നമ്മൾ കാണിക്കും, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ PPT ഞാൻ ഷെയർ ചെയ്യാം. ഈ ഇൻസ്ട്രക്ഷൻസുകളെല്ലാം നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം. ഫയൽ ടൈപ്പ്, സ്ഥാനാർത്ഥികളുടെ ഫോട്ടോഗ്രാഫ്സുകൾ നമ്മൾ ഈ പോസ്റ്റൽ ബാലറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ പേരും പാർട്ടിയുടെ പേരും അദ്ദേഹത്തിന്റെ ഫോട്ടോയുമായിരിക്കും ഈ പോസ്റ്റൽ ബാലറ്റിൽ. ചിഹ്നം കാണത്തില്ല, സിമ്പൽ ഉണ്ടായിരിക്കത്തില്ല പോസ്റ്റൽ ബാലറ്റിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോസ്, എല്ലാ കാൻഡിഡേറ്റ്സിന്റെയും ഫോട്ടോസ് സെപ്പറേറ്റ് സേവ് ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് ഈ പോസ്റ്റൽ ബാലറ്റിന് വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ഈ പോസ്റ്റൽ ബാലറ്റ് DEOയും CEO അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഈ ഒരു സിസ്റ്റത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മൾ സർവീസ് വോട്ടേഴ്സിന് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ അകത്തുള്ള സ്റ്റെപ്പ് വരുന്നത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ലോഗിൻ ചെയ്യുക, ETPPS പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഡാഷ്ബോർഡ് കാണും. അതിന്റെ സൈഡിലായിട്ടുള്ള മെനു ബാറിലെ വോട്ട് മെനു ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ റിട്ടേണിംഗ് ഓഫീസറുടെ അഡ്രസ്സ് സേവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ പോസ്റ്റൽ ബാലറ്റ് അയക്കുമ്പം ഇത് എങ്ങോട്ടാണ് തിരിച്ചു വരേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് സർവീസ് വോട്ടേഴ്സിന് കൊടുത്തിരിക്കണം. അപ്പൊ അത് പ്രിന്റഡ് ഫോർമാറ്റിൽ സർവീസ് വോട്ടേഴ്സിന് പോകും. അവർ ജസ്റ്റ് ആ എൻവലപ്പിൽ ഇട്ട് തിരിച്ചയക്കത്തേ ഉള്ളൂ. അപ്പൊ തിരിച്ച് ഇത് റിട്ടേണിംഗ് ഓഫീസർക്കാണ് വരേണ്ടത്. അപ്പൊ റിട്ടേണിംഗ് ഓഫീസറുടെ അഡ്രസ്സ് കൃത്യമായിട്ട് അഡ്രസ് ലൈൻ 1, 2 എന്നുള്ളതിൽ മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അഡ്രസ്സ് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് നിങ്ങൾക്ക് നേരത്തെ ചെയ്തു വയ്ക്കാം, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് സേവ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നിങ്ങൾ പോസ്റ്റൽ ബാലറ്റ് നിങ്ങൾ ജനറേറ്റ് ചെയ്ത ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത് അത് പ്രിവ്യൂ ചെയ്ത് അത് കറക്റ്റ് ആണോ എന്ന് നോക്കി നിങ്ങൾ ഇത് ഫൈനലൈസ് ചെയ്യും. നിങ്ങൾ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു തവണ ഈ പോസ്റ്റൽ ബാലറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഒരു വരവില്ല. മനസ്സിലായി കാണും. നമുക്കിപ്പോ എൻകോറിലും ഒക്കെ നമുക്കിപ്പോ അത്യാവശ്യം എഡിറ്റ് ചെയ്യാനും നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇവിടുന്ന് CEO ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ DE ഓഫീസിൽ നിന്നോ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ചേഞ്ചസ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ ETPPMSന്റെ ഒരു പ്രത്യേകത, കുറച്ചും കൂടി സിമ്പിൾ ആണ് പ്രോസസ്സ്. പക്ഷേ വൺസ് നിങ്ങൾ ഈ പോസ്റ്റൽ ബാലറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. ഈ പോസ്റ്റൽ ബാലറ്റുകൾ ഓൾറെഡി അവരുടെ കയ്യിൽ കിട്ടിയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പോസ്റ്റൽ ബാലറ്റ് കൃത്യമായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഓരോ തവണ ഡമ്മി ക്രിയേറ്റ് ചെയ്യുമ്പോഴോ നിങ്ങൾ പലതവണ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്ത് പല ഫയലും നിങ്ങൾ ഡെസ്ക്ടോപ്പിന്റെ അകത്ത് ഇട്ടിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയണം. നിങ്ങൾ ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈ ഫ്രഷ് പോസ്റ്റൽ ബാലറ്റിന്റെ PDF മാത്രമേ കാണാവുള്ളൂ. ഞാൻ വീണ്ടും പറയുവാണ്,
നിങ്ങൾ ഡമ്മി ചെയ്യാനും ടെസ്റ്റിംഗ് ചെയ്യാനൊക്കെ ഒരുപാട് പോസ്റ്റൽ ബാലറ്റ് ഡമ്മീസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും. പക്ഷേ വൺസ് 27-ാം തീയതി നിങ്ങൾ ഇത് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ഡാറ്റയും, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റയും ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈവ് ഈ പോസ്റ്റൽ ബാലറ്റ് മാത്രം സിസ്റ്റത്തിൽ വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ധൃതിയിൽ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പണ്ട് ക്രിയേറ്റ് ചെയ്ത വെച്ച ഡമ്മി പോസ്റ്റൽ ബാലറ്റ് കയറി അപ്ലോഡ് ചെയ്യും, അത് ട്രാൻസ്മിറ്റ് ചെയ്യും, പിന്നെ അതൊരു ഇഷ്യൂ ആവും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ആ PDF മാത്രം, നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ആ EPBക്ക് അപ്രൂവൽ വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു സൈൻഡ് കോപ്പിയും അല്ല, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത PDF, ആ PDF-നകത്ത് ഒരു റിട്ടേൺ സാധനങ്ങളും ഉണ്ടാവരുത്. എന്താണോ ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് തരുന്ന PDF അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പോസ്റ്റൽ ബാലറ്റ് മാത്രം സിസ്റ്റത്തിൽ കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അടുത്തല്ലോ ഇത് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ട്രാൻസ്മിറ്റ് EPB പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ ജസ്റ്റ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുക. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ROക്ക് ഒരു OTP വരും. ആ OTP കൊടുക്കുന്നതോടുകൂടി പോസ്റ്റൽ ബാലറ്റ് ട്രാൻസ്മിറ്റ് ആവും. അപ്പൊ ഇതിനകത്ത് വെറും 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന്, നിങ്ങൾ ഇത് ലോഗിൻ ചെയ്ത് ROയുടെ അഡ്രസ്സ് വളരെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. 2, നിങ്ങൾ പോസ്റ്റൽ ബാലറ്റ് സെൻഡ് ചെയ്യേണ്ട പോസ്റ്റൽ ബാലറ്റ് ഏതാണോ അത് അപ്ലോഡ് ചെയ്യുക, അതിനെ പ്രിവ്യൂ ചെയ്ത് നോക്കുക, അത് കറക്റ്റ് ആണോ നോക്കുക. അതിനുശേഷം നിങ്ങൾ ആ EPB ട്രാൻസ്മിറ്റ് ചെയ്യുക. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ROക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്യുന്നതോടുകൂടി ഈ പോസ്റ്റൽ ബാലറ്റ് സർവീസ് വോട്ടർമാരുടെ പ്രൊഫൈലിലോട്ട് പോകും. അവരുടെ ഏത് സ്ഥലത്താണോ അവരിയ്ക്കുന്നത് അവിടുന്ന് അത് പ്രിന്റ് എടുത്ത് അതിൽ അവർ വോട്ട് ചെയ്ത് അവരത് തിരിച്ച് ROക്ക് കൗണ്ടിംഗ് ഡേയുടെ അന്ന് രാവിലെ 8 മണിക്ക് മുമ്പായിട്ട് ROയുടെ ഓഫീസിൽ എത്തിക്കും. ഇതാണ് ഇതിന്റെ ഒരു ഹോൾ പ്രോസസ്സ്. നമുക്ക് ഇതിന്റെ ഒരു ഡെമോയിലോട്ട് പോയി നോക്കാം. സാർ ഒരു മിനിറ്റ്, ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ് എന്ന് മുതലാ പറഞ്ഞതിനകത്തൊരു ക്ലാരിറ്റി കൂടെ. നിങ്ങൾ ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ എന്നാണ്? 26 ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ. 26-ാം തീയതി 3 മണി വരെ സമയമുണ്ട്. ഈ 3 മണിക്ക് ശേഷം ആണ് നമുക്ക് കറക്റ്റ് ഏതൊക്കെ കാൻഡിഡേറ്റ് ആണ് മത്സരിക്കുന്നതെന്ന് അറിയുള്ളൂ. അതുവരെ കാൻഡിഡേറ്റ്സിന് വിഡ്രോവൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. അവർ വിഡ്രോ ചെയ്ത് പോകുന്നത് ഈ 3 മണിക്ക് മുമ്പായിട്ടായിരിക്കും. 3 മണിക്ക് ശേഷം ഫൈനൽ ലിസ്റ്റ് ആയി കഴിയും. നിങ്ങൾ 7A പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ആ 7Aയുടെ സീക്വൻസ് അനുസരിച്ച് നിങ്ങൾ പോസ്റ്റൽ ബാലറ്റിൽ കൃത്യമായിട്ട് പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. 26-ാം തീയതി 3 മണിക്ക് ശേഷം ഇതെല്ലാം ചെയ്ത് 20 language that will be okay. Okay, thank you, sir. Okay. സാർ ഒരു സംശയം കൂടെ സാർ, ഈ ഓരോ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഓരോ തവണ OTP ROയുടെ മൊബൈലിലേക്കാണ് പോകുന്നത് ഓരോരുത്തരും? ഒരു പോസ്റ്റൽ ബാലറ്റേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണ്. ആ പോസ്റ്റൽ ബാലറ്റ് നിങ്ങളിപ്പോ നിങ്ങളുടെ സർവീസ് വോട്ടേഴ്സ് 350 പേർക്കാണെങ്കിൽ അത് ഒറ്റ തവണ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഒരു പോസ്റ്റൽ ബാലറ്റ് നിങ്ങൾ ഒറ്റ തവണ ഈ എല്ലാവർക്കും കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുവാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ സർ, ERO പിന്നെ ഇതിനകത്തേക്ക് സർവീസ് വോട്ടേഴ്സിനെ അപ്ലോഡ് ചെയ്യുന്ന ടൈം ഫ്രെയിം എപ്പോഴാണ് സർ? എനിക്ക് തോന്നുന്നു ERO ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ സർവീസ് വോട്ടേഴ്സിനെ എടുക്കാൻ തോന്നുന്നു. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവര് തിങ്കളാഴ്ച ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷന്റെ അന്ന് 3 മണിക്ക് ശേഷം അവർ ഫൈനലൈസ് ചെയ്യും. അതോടുകൂടി ഈ സർവീസ് വോട്ടർ ലിസ്റ്റ് ഫ്രീസ് ആവും. അത് അവർ ചെയ്തോളൂ. ഷൈൻ, അവരെ എനിക്ക് തോന്നുന്നത് അറിയാം, ചില ROs എല്ലാം EROs കൂടിയാണ്. ഫൈൻ. അതുകൊണ്ടാണ് ചോദിച്ചത്. ശരി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ, അതായത് 23 അല്ലേ ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ? അതെ, അന്ന് 3 മണിക്ക് ശേഷം ഫൈനലൈസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഞാൻ സീക്വൻസ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. On the last date of nomination, രണ്ടാമത്തത്, after 3 PM, this will be the responsibility of ERO to finalize the list of service voter in ECI net. Clear ആണോ?
ഓക്കെ സാർ. ഷൈൻ മലയാളം ഫോണ്ടിന് വേണ്ടി PDF എഡിറ്റർ അതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലയാളം ഫോണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും മലയാളം ഫോണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ മാഡം. രജിഷ, നമ്മള് പണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ നമ്മള് ഈ വെബ് ആപ്ലിക്കേഷൻ അല്ലാതെ നമ്മുടെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ അല്ലാതെ വെബ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണോ? അവൈലബിൾ അല്ല. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ തന്നെ ഡൗൺലോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം. ഈ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ബാലറ്റ് പേപ്പർ റെഡിയാക്കാനാണ്. മറ്റേ ഫോംസ് ഒക്കെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യണമെന്നുണ്ട്. ഓൺലി വി ആർ പ്രിപ്പയറിംഗ് ഓൺലി ദ ബാലറ്റ് പേപ്പർ വിത്ത് ദ കാൻഡിഡേറ്റ് നെയിം ആൻഡ് ഫോട്ടോ. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഈസ് ഫോർ creating the ballot paper, but the transmitting of ballot paper is done through the ETPBMS portal. ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടി ഉള്ളൂ അല്ലേ ഷൈൻ, വിൻഡോസ് വേണമെന്നുള്ളൂ. വിൻഡോസ് മെഷീനിലേ വർക്ക് ആവുള്ളൂ. അതെ വിൻഡോസ്. ഓക്കെ, സോ ഞാൻ ആദ്യത്തെ ആക്ടിവിറ്റിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് EROമാർക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റിയാണ്. EROമാര് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സർവീസ് വോട്ടർ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. ഹലോ, സബ്മിറ്റ് ചെയ്തോളൂ അല്ലേ? ഒന്ന് മറ്റേ കൊടുത്തിട്ട് പറഞ്ഞാൽ ഞാൻ OTP നോക്കിയാണ്. ഓക്കെ. So guys, हम समझते हैं कि गूगल मीट पर अपना स्क्रीन को कैसे शेयर करते हैं, ठीक है? तो सबसे पहले आपको तीन डॉट्स पे क्लिक करना है. സോ ഇതാണ് ഒരു EROയുടെ ലോഗിന്. ये ऑप्शन दिखेगा, इसमें क्लिक करना है. അതിനകത്ത് നിങ്ങൾക്ക് ഫൈനലൈസ് സർവീസ് വോട്ടർ കാണാവോ സ്ക്രീന്? അതിന്റെ അകത്ത് തേർഡ് ഓപ്ഷൻ ഫൈനലൈസ് സർവീസ് വോട്ടർ വിൽ ബി ദർ. You can click on that finalize service voter and below it you can see a finalize option. So in that finalize option, if you click, the activity is completed. അതായത് നിങ്ങൾ ERO നെറ്റിനകത്ത് ECI നെറ്റിന്റെ അകത്ത് സർവീസ് വാട്ടർ പോർട്ടലിൽ കയറി ERO ഈ മൂന്നാമത്തെ ഓപ്ഷനായ ഫൈനലൈസ് സർവീസ് വോട്ടറിൽ കയറുന്നു. ആ ലിസ്റ്റ് നോക്കുന്നു, അത് ഫൈനലൈസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. യെസ് കൊടുക്കുന്നതോടുകൂടി ഇത് ഫൈനലൈസ് ആയി കഴിഞ്ഞു. ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ ഇത്രയുള്ള ആക്ടിവിറ്റി. ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ETPBMSലോട്ട് ഈ ഫൈനലൈസ് ആയ ലിസ്റ്റ് ട്രാൻസ്ഫർ ആവത്തുള്ളൂ. അപ്പൊ EROമാർ ഇതിന്റെ അകത്ത് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷന്റെ 3 മണിക്ക് ശേഷം ഇത് ഫൈനലൈസ് ചെയ്ത് കൊടുക്കുക. ഇത് ഫൈനലൈസ് ചെയ്താൽ മാത്രമേ ഈ ലിസ്റ്റ് നമ്മുടെ ETPBMSലോട്ട് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ ആക്ടിവിറ്റി ഓൺ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ. ജസ്റ്റ് ഫൈനലൈസ് ദ സർവീസ് വോട്ടർ ഇൻ ദ സർവീസ് വോട്ടർ പോർട്ടൽ. ഇവിടെ നമുക്ക് കാണാം മൊത്തം 311 സർവീസ് വോട്ടേഴ്സിനെ നമ്മൾ ഫൈനലൈസ് ചെയ്ത് ETPBMSലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കൺസേൺഡ് RO ചെയ്യേണ്ടത് ഈ 311 പേർക്കും ഈ പോസ്റ്റൽ ബാലറ്റ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് മാത്രമേ ഉള്ളൂ സർവീസ് വോട്ടർ പോർട്ടലിലെ ആക്ടിവിറ്റി. ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷന്റെ 3 മണിക്ക് ശേഷം ERO അവരുടെ സർവീസ് വോട്ടർ പോർട്ടലിൽ കയറി അവര് സർവീസ് വോട്ടേഴ്സിനെ ഫൈനലൈസ് ചെയ്യണം. EROസിന്റെ അവിടെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുണ്ട്. അവരാണ് ചെയ്യുക, അവരാണ് ഈ ആക്ടിവിറ്റി ചെയ്യാറ്. അതെ, നമ്മൾ ഇവിടുന്ന് അത് ഫോളോ അപ്പ് ചെയ്യും. അല്ലാതെ തന്നെ ഫോളോ അപ്സ് ജില്ലയിൽ നിന്നും ഉണ്ടാവും, അവരത് ചെയ്യണം. നമ്മുടെ IT നോഡൽ ഓഫീസർമാർക്ക് അത് വരുന്നില്ല ആക്ച്വലി. അത് അവര് ചെയ്യും, എങ്കിലും നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ROമാർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പോർട്ടലിലോട്ടാണ് നമ്മൾ പോകുന്നത്. അത് നമ്മുടെ ETPB നിങ്ങളുടെ ECI നെറ്റ് നിങ്ങളിപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്ത് എൻകോർ എടുക്കുന്നതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഷൈനെ എല്ലാവരും ഇപ്പൊ കോമൺ ആയിട്ട് ECI നെറ്റ് എന്നുള്ള പോർട്ടലാണ് ഉപയോഗിക്കുന്നത് അല്ലെ? എല്ലാ ആപ്ലിക്കേഷനും പണ്ട് ഡിഫറെന്റ് ആപ്ലിക്കേഷൻ ആയിരുന്നു. ETPBMS.ECI.gov അങ്ങനെ
ഡിഫറെന്റ് അതില്ല. ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാത്തിനും ECI നെറ്റ് അതിൽ നിന്ന് ബ്രാഞ്ച് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. അതെ. അപ്പൊ അതൊന്ന്, അതുപോലെ തന്നെ മൊബൈൽ ആപ്പും അങ്ങനെ തന്നെയാണ്. ECI മൊബൈൽ ആപ്പാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് തോന്നുന്നു അല്ലേ? സാറേ ഒരു മിനിറ്റ് സാർ. അതെ, ECI നെറ്റ് മൊബൈൽ ആപ്പാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. വൺ മിനിറ്റ്. ഷൈന URL അടിച്ചപ്പം GOVയുടെ V അടിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് എറർ വന്നത്. അതാണോ? ഓക്കെ, താങ്ക് യു ഷംന. ഓക്കെ, ഇതാണ് നമ്മുടെ ROമാരുടെ ETPBMS ട്രാൻസ്ഫർ ചെയ്യുന്ന പോർട്ടൽ. അപ്പൊ ഇത് നിങ്ങൾ ഇതിപ്പോ നോക്കണ്ട, ഇത് ഡെമോ പോർട്ടലാണ്. അതാണ് ഈ URL ഒക്കെ. നിങ്ങൾ നിങ്ങളുടെ ECI നെറ്റിൽ ഇപ്പൊ നിലവിൽ എൻകോർ ലോഗിൻ ചെയ്യാൻ വേണ്ടി കയറുന്നത് പോലെ ലോഗിൻ ചെയ്യുക. യുവർ വർക്ക് സ്പേസിൽ പോവുക. യുവർ വർക്ക് സ്പേസിൽ നിങ്ങൾക്ക് ETPBMS ഇപ്പൊ എൻകോർ കാണുന്നത് പോലെ തന്നെ ETPBMS കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഇത് ഡെമോ സൈറ്റുകൾ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ കയറുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ECI നെറ്റിൽ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വിസിബിൾ ആയിരിക്കും ETPBMS. നമ്മൾ അതെടുത്തതിന് ശേഷം നമ്മൾ യൂസർ ഐ ഡി എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. ഷൈന യൂസർ ഐ ഡി ഇപ്പൊ അവർ ഉപയോഗിക്കുന്ന ROമാരുടെ യൂസർ ഐ ഡി തന്നെയല്ലേ ECI കയറാനുള്ളത്? അതെ, എനിക്കൊരു ഡൗട്ട് ഉണ്ട് സാറേ. അത് ചിലപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ വീണ്ടും ചോദിക്കും എന്നുള്ളത്, അതൊന്ന് കൺഫേം ചെയ്യണം. അതുകൊണ്ടാണ്. സാറേ ഇപ്പൊ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞത്? അത് പറയാം സാറേ, ഞങ്ങൾ ഈ ഡെമോ കാണുമ്പോൾ മനസ്സിലായി. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ നോക്കാം. എനിക്കൊരു VC ബൂത്ത് നെയിം കളക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെഷൻ ക്രിയേഷൻ നമ്മളെല്ലാം ചെയ്യണം. ഇന്നിപ്പോ മറന്നു പറഞ്ഞാൽ ഇങ്ങനെ ഡേയ്സ് ഈ നാളെ തന്നെ കഴിഞ്ഞിട്ട് ഫോം ചെയ്യുമ്പോഴേക്ക് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ മനുഷ്യർ ചെയ്യണം. ഓക്കെ, ഇതാണ് ആ ETPBMSന്റെ ഇന്റർഫേസ്. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിളിന് കുറ്റ്യാടി ഡെമോയിൽ കയറിയതാണ്. കുറ്റ്യാടി ROയുടെ ലോഗിൻ ആയിരിക്കും. അപ്പൊ അത് നിങ്ങളുടെ ROസിന്റെ ലോഗിൻ ആയിരിക്കും. ഇവിടുത്തെ പേര് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പം, ലൈവിൽ ലോഗിൻ ചെയ്യുമ്പം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. കാണുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ ഈ ഡൗൺലോഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ബാലറ്റ് ജനറേഷൻ സോഫ്റ്റ്വെയർ കാണാൻ പറ്റും. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. ക്ലിക്ക് ടു ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഫ്ലൈൻ ബാലറ്റ് ജനറേഷൻ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിൽ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന്റെ എക്സ്റ്റൻഷൻ ബ്ലോക്ക് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. സ്റ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വന്നോളും. നിങ്ങൾ കൃത്യമായിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലൈവ് ടെസ്റ്റിംഗ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. കൺഫ്യൂഷൻസ് ഉണ്ടാവരുത് ലൈവ് ആണോ ടെസ്റ്റിംഗ് ആണോ എന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ പോയി ഈ ബാലറ്റ് ജനറേഷൻ സോഫ്റ്റ്വെയർ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഈ വിൻഡോയിൽ ആഡ് ബാലറ്റ് മാസ്റ്റർ ഡീറ്റെയിൽസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളിപ്പോൾ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുവാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇലക്ഷൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി തന്നെയാണ്. സെലക്ട് സ്റ്റേറ്റ് കേരള കൊടുക്കുക. ലാംഗ്വേജ് മലയാളമാണ് ഫസ്റ്റ്. ലാംഗ്വേജ് 2 ഇംഗ്ലീഷ് ആണ്. സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. മാസ്റ്റർ ഡാറ്റ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ഒരു മാസ്റ്റർ ഡാറ്റ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അസംബ്ലി KL മലയാളം ഇംഗ്ലീഷ്. എന്റെ മൗസ് കേഴ്സർ കാണുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ ഇവിടെ ആഡ് കാൻഡിഡേറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇതിന്റെ അകത്തോട്ട് ആഡ് കാൻഡിഡേറ്റ് കൊടുക്കാൻ പോവാണ്. ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ മാസ്റ്റർ ഡാറ്റ നമ്മൾ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്.
നമ്മളിവിടെ ഇതിനകത്ത് നമ്മൾ സ്ഥാനാർത്ഥിയുടെ പേരടിക്കുന്നു. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ മലയാളം ലാംഗ്വേജ് ഫെച്ച് ആവും. ഇൻ കേസ് ഫെച്ച് കറക്റ്റ് ആയിട്ട് വന്നില്ല എന്ന് കരുതുക, നിങ്ങൾക്ക് ഏതെങ്കിലും ടൂൾ ഉപയോഗിച്ച് ഇങ്ങോട്ടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് ഇതിൻ്റെ അകത്തോട്ട് ഫീഡ് ആയിക്കോളും. ഉദാഹരണത്തിന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ അടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം നമ്മൾ പേരടിച്ചു. പേരടിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പാർട്ടി അടിക്കുക. പാർട്ടി അടിച്ച് ഇവിടെ കണ്ടോ, ഇപ്പൊ ടെസ്റ്റ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടില്ല. പക്ഷെ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഇതിനകത്തും വന്നില്ല. ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ വന്നോളും. അതിനുശേഷം നിങ്ങൾ ഇവിടെ സെലക്ട് കാൻഡിഡേറ്റ് ഫോട്ടോ, നിങ്ങൾ നിങ്ങളുടെ ഫോൾഡറിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ് ഫോട്ടോ കാൻഡിഡേറ്റ് ഫോട്ടോ നിങ്ങൾ ഫോട്ടോ ആഡ് ചെയ്തു ഇവിടെ. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാം പോസ്റ്റൽ ബാലറ്റിലെ ആദ്യത്തെ പേര് ആഡായി വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ രണ്ടാമത്തെ കാൻഡിഡേറ്റിനെ അടിക്കുക. അദ്ദേഹത്തിന്റെ പാർട്ടി അടിക്കുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. രണ്ടാമത്തതും ആഡായി വന്നിട്ടുണ്ട്. നിങ്ങൾ 7A ഓർഡറിൽ തന്നെ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ കൊടുക്കുക, പാർട്ടി കൊടുക്കുക, അദ്ദേഹത്തിന്റെ ഫോട്ടോ ആഡ് ചെയ്യും, സബ്മിറ്റ് കൊടുക്കുക. ഇപ്പം മൂന്നാമത്തെ ആളും ആഡായി വന്നിട്ടുണ്ട്. ഇപ്പൊ 3 സ്ഥാനാർത്ഥികളെ ഉള്ളൂ എന്ന് കരുതുക ഫോർ എക്സാമ്പിൾ. അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, എല്ലാവരും ശ്രദ്ധിക്കണം, നോട്ട ആഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവിടെ തന്നെ ഈ പോസ്റ്റൽ ബാലറ്റ് ജനറേഷൻ സോഫ്റ്റ്വെയറിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ഹിയർ ടു ആഡ് നോട്ട. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ചെന്നതിന് ശേഷം നോട്ടയുടെ ഫുൾ ഫോം എഴുതുക. നോട്ടയുടെ ഫുൾ ഫോം പറയാവോ? None of the above. ഇവിടെ നമ്മൾ ഇവരിൽ ആരുമല്ല, അങ്ങനെ എങ്ങാണ്ടാണ് വരുന്നത്. ഞാൻ കൺഫേം ചെയ്യാം. ലിമിറ്റ് ഉണ്ടോ? എത്ര സൈസിലാണ്? 12 KB ആ PPT-യിലുണ്ട് കൃത്യമായിട്ട്. None of the above ഇവരിൽ ആരുമല്ല. ഇവരിൽ ആരുമല്ല. അതെ. ഈ നോമിനേഷന് കൊടുക്കുന്ന അതേ ഫോട്ടോ തന്നെ വേണ്ടേ? അതെ. അത് തന്നെയാണ്, അത് ഇയാൾക്ക് അറിയില്ല. കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു. നൺ ഓഫ് ദി അബവ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഫൈനലായി, നമ്മളുടെ പോസ്റ്റൽ ബാലറ്റ് ഫൈനലായി. നമ്മൾ എന്ത് ചെയ്യുക, ഫൈനലൈസ് ബാലറ്റ് എന്നും പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ബാലറ്റ് ഈസ് ഫൈനലൈസ്ഡ് വരും. അതിനുശേഷം നിങ്ങൾക്ക് ഈ താഴെ എന്റെ കഴ്സർ ശ്രദ്ധിച്ചാൽ കാണാം സേവ് ബാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പൊ നിങ്ങൾ ഇത് സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാലറ്റ് എങ്ങോട്ട് സേവ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് നമ്മൾ പോസ്റ്റൽ ബാലറ്റ് സേവ് ചെയ്യുക. അപ്പൊ ഫയൽ സേവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഇത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ആ ഇതിൽ കയറി കഴിഞ്ഞാൽ ഒരു PDF നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് പോസ്റ്റൽ ബാലറ്റ്. അപ്പൊ ഇതായിരിക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട പോസ്റ്റൽ ബാലറ്റ്. 7A ഓർഡറിൽ നിങ്ങൾ പോസ്റ്റൽ ബാലറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം.
കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നൺ ഓഫ് ദ എബോവ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ പോസ്റ്റൽ ബാലറ്റ് റിജക്ട് ചെയ്യും. ബട്ട് സ്റ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ നൺ ഓഫ് ദ എബോവ് അവസാനമായിട്ട് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ പോസ്റ്റൽ ബാലറ്റ് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു, നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഇതിന്റെ അകത്ത് ഒരു തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ബാലറ്റ് ജനറേഷൻ സോഫ്റ്റ്വെയറിൽ പോയി, നിങ്ങൾക്കറിയാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത മാസ്റ്റർ ഇവിടെ കിടപ്പുണ്ട്. അതിന്റെ അകത്ത് ഈ എഡിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് അല്ല, ആഡ് കാൻഡിഡേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇതിനകത്ത് പോകാം. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഓരോ കാൻഡിഡേറ്റിന് അഗൈൻസ്റ്റ് ആയിട്ടും എഡിറ്റും ഡിലീറ്റും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചേഞ്ച് ആണോ, സ്പെല്ലിങ്ങിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അത് എഡിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് താണ്ടി ഇപ്പൊ രാജൻ ടെസ്റ്റിംഗ് എന്നായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് എന്നാണെന്ന് കരുതി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റും. അവിടെ ചെന്ന് നിങ്ങൾ ഫൈനലൈസ് ക്ലിക്ക് ചെയ്യുക. നോട്ടയുടെ ഫോട്ടോയോ അതെങ്ങനെയാണ്? നോട്ടോടെ അത് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ആയിക്കോളും. അത് സിസ്റ്റത്തിനകത്ത് തന്നെ, ഈ സോഫ്റ്റ്വെയറിനകത്ത് തന്നെ ഉണ്ട്. നോട്ടോടെ ഫോട്ടോ നിങ്ങൾ പറയണം. അപ്ഡേറ്റ് കൊടുക്കുമ്പം നിങ്ങള് ഇപ്പൊ സുകുമാറിന്റെ അവിടെ തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ അത് തിരുത്തിയതിനു ശേഷം നിങ്ങൾ ഈ അപ്ഡേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്കത് തിരുത്തിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഈ പോസ്റ്റൽ ബാലറ്റ് സേവ് ചെയ്യുക. സേവ് ചെയ്ത് നിങ്ങൾ വീണ്ടും സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സേവ് ചെയ്ത പോസ്റ്റൽ ബാലറ്റ് അരുണുണ്ടോ? അരുൺ ഓൾറെഡി വന്നിട്ടുണ്ട് അവിടെ. നമുക്ക് ഇവിടുന്ന് ലോഗിൻ ഉണ്ടോ? ഓക്കെ, PB21 നമ്മളിപ്പോ അതിലെത്തിയ പോസ്റ്റൽ ബാലറ്റ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഓരോ തവണ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഈ ഒരുപാട് പോസ്റ്റൽ ബാലറ്റ് നിങ്ങളുടെ സിസ്റ്റത്തിൽ വന്ന് കിടക്കും. അവസാനം നിങ്ങൾ ലൈവിൽ പോകുമ്പം നിങ്ങൾക്ക് ഇത് ഏത് പോസ്റ്റൽ ബാലറ്റ് ആണ് എന്നറിയാതെ നിങ്ങൾ ചിലപ്പോൾ തെറ്റായ പോസ്റ്റൽ ബാലറ്റ് അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലൈവിന്റെ സമയത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡമ്മി പോസ്റ്റൽ ബാലറ്റുകളെല്ലാം തന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് ആ വേണ്ട ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പോസ്റ്റൽ ബാലറ്റ് മാത്രം ക്രിയേറ്റ് ചെയ്യുക. സാർ, നമ്മൾ എഡിറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്യേണ്ടതുണ്ടോ സേവ് ചെയ്യുന്നതിന് മുമ്പ് രണ്ടാമത് ചെയ്യുമ്പോൾ? അപ്ഡേറ്റ് ചെയ്താൽ മതി, ഫൈനലൈസ് ചെയ്യണമെന്നില്ല. ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ പാർട്ടിയുടെ അവിടെ സ്വതന്ത്രം എന്ന് മാത്രം കൊടുത്താൽ മതിയോ? കേൾക്കുന്നില്ല. ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആകുമ്പോൾ പാർട്ടിയുടെ അവിടെ സ്വതന്ത്രം എന്ന് മാത്രം കൊടുത്താൽ മതിയോ? മതി. അതെ. നിങ്ങളെ ആ 7A എന്താണോ അതേ ഡിറ്റോ ആയിരിക്കണം. ചിഹ്നം ഇല്ലെന്നുള്ളതേ ഉള്ളൂ. സാറേ, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫയൽ സേവ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് താഴെ താണ്ടി സേവ് ബാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലേ? ഓരോ തവണ നമ്മൾ സേവ് ബാലറ്റ് കൊടുക്കുമ്പോൾ ഓരോ PDF ആയിട്ട് സെപ്പറേറ്റ് PDF ആയിട്ടാണ്. അല്ല, നിങ്ങൾ ഒരു തവണ ഒരു തെറ്റും ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ സേവ് ചെയ്താൽ മതി. മൂന്ന് സംശയങ്ങൾ. നിങ്ങൾ എപ്പോഴെങ്കിലും തെറ്റ് വല്ലതും കണ്ടെത്തി തിരുത്തുമ്പോഴാണ് വീണ്ടും സേവ് ചെയ്യേണ്ടി വരിക. നിങ്ങൾ ആദ്യത്തെ തവണ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ആക്ടിവിറ്റിയേ ഉള്ളൂ. ഇത് സേവ് ബാലറ്റ് കൊടുത്താൽ PDF റെഡിയാക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ അതിനുശേഷം ഇത് ഓപ്പൺ ആക്കി വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു എറർ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ വീണ്ടും തിരിച്ചു വന്ന തെറ്റ് തിരുത്തി വീണ്ടും സേവ് ബാലറ്റ് കൊടുത്ത് പുതിയ PDF ജനറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സർ, ഒരു മൂന്ന് സംശയങ്ങൾ. ഒന്ന്, ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി, അത് അതിനുശേഷം ഇൻസ്റ്റലേഷൻ പ്രോസസ് ഉണ്ടോ? എന്താണ്? ഈ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുമോ, അതോ അതിനുശേഷം ഇൻസ്റ്റലേഷൻ പ്രോസസ് ഉണ്ടോ? ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ. രണ്ടാമത്, ഇപ്പൊ ജനറേറ്റ് ചെയ്ത പ്രോസസ് ബാലറ്റിനകത്ത് നമ്മുടെ അസംബ്ലിയുടെ പേരോ മറ്റു ഡീറ്റെയിലുകളോ ഒന്നും കാണുന്നില്ല. അതിന്റെ ആവശ്യമില്ല. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേര് മാത്രം മതി. അത് മാത്രം മതി. ശരി. നിങ്ങൾ നിങ്ങളുടെ ലോഗിനിൽ നിന്നാണ്, നിങ്ങളുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ലോഗിനിൽ നിന്നാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അത് ഇഷ്യൂ ഇല്ല. സാറേ, കാൻഡിഡേറ്റ് ഫോട്ടോയുടെ കാര്യത്തിൽ സംശയമുണ്ട്. പറഞ്ഞോ. ഈ ഫോട്ടോ അതില് സൈറ്റിൽ ഓട്ടോമാറ്റിക് വരുന്നതാണോ, അതോ നമ്മൾ അല്ലാതെ കാൻഡിഡേറ്റ് ഫോട്ടോ എടുത്ത് സേവ് ചെയ്യണം, അങ്ങനെയാണോ? ഒന്നുകൂടെ നിങ്ങൾ കഴ്സർ നോക്കുക. ഞാൻ ഇവിടെ ഒരു കാൻഡിഡേറ്റിനെ വീണ്ടും ക്രിയേറ്റ് ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ,
രാജു എന്ന് പറഞ്ഞ കാൻഡിഡേറ്റിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ പാർട്ടി ഞാനൊരു ഉദാഹരണത്തിന് ഇൻഡിപെൻഡന്റ് എന്നിട്ടു. നിങ്ങൾ കോപ്പി ഇവിടെ അതിനുശേഷം നിങ്ങൾ ഈ സൈഡിലെ കോളത്തിൽ ബ്രൗസിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് ഓൾറെഡി. ആ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. കണ്ടോ ഇവിടെ ആ ഫോട്ടോ വന്നു. നിങ്ങളുടെ സെലക്ടഡ് കാൻഡിഡേറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ വന്നു. സബ്മിറ്റ് കൊടുക്കുക. ആ കാൻഡിഡേറ്റ് ഫോട്ടോ തന്നെയാണോ എങ്ങനെ അറിയും? നോമിനേഷൻ ഇവര് തരുമ്പോ തന്നെ നമുക്ക് ആ ഫോട്ടോ കിട്ടുമല്ലോ അവരുടെ. അപ്പൊ നമ്മൾ സേവ് ചെയ്തിട്ടാ പോലെ. എക്സാക്ട്ലി. നിങ്ങൾക്ക് 7A നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. കൃത്യമായിട്ട് അറിയാലോ, നിങ്ങൾ എൻകോറിൽ ചെയ്യുന്നതാണല്ലോ. ഇന്ന ആള് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുന്നതാണല്ലോ. നമ്മൾ 7A ആയിട്ട് ഒത്തു നോക്കിയാണ് ഫോട്ടോ തിരഞ്ഞെടുക്കുന്നത്. അതെ, എക്സാക്ട്ലി. സാറേ ഫോട്ടോയ്ക്ക് സൈസ് സ്പെസിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ? 12 KB ആണ്. ഞാൻ അത് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തോളാം. IT നോഡൽസിന് ഷെയർ ചെയ്യും. അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്യും അതിന്റെ ഡീറ്റെയിൽസ്. നിങ്ങള് ആർഒന്റെ സ്റ്റാഫാണ്, നിങ്ങൾ ആർഒന്റെ ഐടിയും കൂടിയാണെന്ന് മാത്രമേ ഉള്ളൂ. ആർഒന്റെ ഈ ഫോട്ടോയും കാര്യം നോമിനേഷനും എല്ലാം അവിടെ ഉണ്ട്. ആർഒ തന്നെയാണ് 7A ഫൈനലൈസ് ചെയ്യുന്നതും. അതിന്റെ ETPMS ഭാഗം നിങ്ങൾ ചെയ്യുന്നു. ഒരു സംശയം. ഈ നോട്ടയുടെ മലയാളം അത് നമുക്ക് എഴുതുമ്പോൾ ഇവരിൽ ആരും അല്ല എന്നുള്ള ഒറ്റ വാക്കായിട്ട് എഴുതാം. അല്ലെങ്കിൽ സാറ് നേരത്തെ എഴുതുപോലെ ഇവരിൽ ആരും അല്ല എന്ന് 3 വാക്ക് എഴുതാം. അല്ലെങ്കിൽ ഇവരിൽ ആരുമല്ല അത് 2 വാക്കായിട്ട് എഴുതാം. ഇതിൽ ഏത് ഫോർമാറ്റാണ് ഇലക്ഷൻ കമ്മീഷൻ? ആ ഫോർമാറ്റ് ഞാൻ ഷെയർ ചെയ്ത് തരാം. എന്റെ കയ്യിൽ ഉണ്ടത്. അത് ഞാൻ ഷെയർ ചെയ്ത് എന്താണ് അവിടെ എഴുതേണ്ടതെന്നുള്ളത്. ശരി. അത് ഞാൻ IT നോഡൽസ് ഗ്രൂപ്പിൽ ഇട്ടോളാം. അതിന്റെ അകത്ത് നമുക്ക് ഒരു SOPക്കകത്ത് എന്താണ് എഴുതേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് ഷെയർ ചെയ്യാം. എന്റെ മലയാളമാണ് എന്ത് മലയാളത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഷെയർ ചെയ്ത് തരാം. അതിനെപ്പറ്റി പറയുന്നുണ്ട്. സാർ ഇതില് നമ്മളെ പാർട്ടിയുടെ പേര് ടൈപ്പ് ചെയ്യാണോ കൊടുക്കേണ്ടത് അല്ലേ? അല്ലാതെ ഡ്രോപ്പ് ഡൗൺ അല്ല. അല്ലല്ലോ, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എത്തിയിട്ടേ ഉള്ളൂ. നമ്മൾ ബാലറ്റ് പേപ്പർ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്കിത് ട്രാൻസ്മിറ്റ് ചെയ്യണം. നമ്മുടെ സർവീസ് വോട്ടേഴ്സിന് ഈ ബാലറ്റ് പേപ്പർ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത് ക്രിയേറ്റ് ഒക്കെ ചെയ്തു. ഇതിന് അപ്രൂവൽ എല്ലാം കിട്ടി. അപ്പൊ നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റൽ ബാലറ്റ് എല്ലാ സർവീസ് വോട്ടേഴ്സിലും എത്തിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ETPBMS പോർട്ടലിലോട്ട് പോകണം. നമ്മൾ നേരത്തെ ഇവിടുന്ന് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്താണ് ഇത്രയും ചെയ്തത്. സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇന്നേ ഡൗൺലോഡ് ചെയ്ത് ഇന്നേ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ നോക്കാവുന്നതാണ്. നോ ഇഷ്യൂ. ഓക്കെ, നമ്മളപ്പോൾ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്തു. നമ്മളുടെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ പോസ്റ്റൽ ബാലറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഈ മെനുവിൽ കാണാം ട്രാൻസ്മിറ്റ് EPB ആൻഡ് പിൻ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങളോട് അഡ്രസ്സ് സേവ് ചെയ്യാനാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഈ പോസ്റ്റൽ ബാലറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്ന ആൾക്ക് ഒരു എൻവലപ്പും കൂടെ കിട്ടും. ആ എൻവലപ്പിൽ നിങ്ങളുടെ അഡ്രസ്സ് പ്രിന്റഡ് ആയിരിക്കും. അവര് അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാം നമ്മൾ ഇവിടുന്ന് കൃത്യമായിട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്യണം. അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ റിട്ടേണിംഗ് ഓഫീസർ സാർ വന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഈ വന്നേക്കണ കോളം ഏത് ഞെക്കിയപ്പോഴാണ് വന്നത്, ഏത് ടൈപ്പ് ഞെക്കിയപ്പോഴാണ് വന്നത്? നിങ്ങൾ ETPMS കയറിയതിന് ശേഷം ട്രാൻസ്മിറ്റ് EPB ആൻഡ് പിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വരും. അപ്പൊ ആദ്യം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാണാം എൻ്റർ RO അഡ്രസ്. റിട്ടേണിംഗ് ഓഫീസറുടെ അഡ്രസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ റിട്ടേണിംഗ് ഓഫീസർ ഇരിക്കുന്ന ഓഫീസിന്റെ അഡ്രസ് എൻ്റർ ചെയ്യുന്നു. അതിന്റെ പിൻ നമ്പർ എൻ്റർ ചെയ്യുന്നു. ഇത്രയും നിങ്ങൾ എൻ്റർ ചെയ്തു. ഇനി നിങ്ങൾ സേവ് കൊടുക്കുമ്പോൾ തന്നെ അവർ കൃത്യമായിട്ട് നമ്മൾ എന്താണോ എൻ്റർ ചെയ്തത് അതിവിടെ വരും. ടു ദ റിട്ടേണിംഗ് ഓഫീസർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിൽ നിന്ന് ഫെച്ച് ആവുന്നതാണ്. ബാക്കി നമ്മൾ കൊടുത്ത 2 ലൈനാണ് ഈ അഡ്രസ് ആയിട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് PO പാപ്പനംകോട് കുറ്റ്യാടി കേരള എന്നും പറഞ്ഞ് കാണുന്നത് നിങ്ങൾ ലാസ്റ്റ് കൊടുത്ത അഡ്രസ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് വീണ്ടും ഈ ലൈനിൽ റിട്ടേണിംഗ് ഓഫീസർ ഇന്ന ആളെന്നൊന്നും അടിക്കേണ്ട. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുന്ന അഡ്രസ്സ് മാത്രം ടൈപ്പ് ചെയ്യുക ഈ 2 കോളത്തിൽ. ഇവിടെ പിന്നും അടിക്കുക. സേവ് കൊടുക്കുമ്പോൾ അവർ വീണ്ടും ചോദിക്കും ഈ അഡ്രസ്സ് കറക്റ്റ് ആണോ എന്നുള്ളത്. നിങ്ങൾക്ക് ഈ അഡ്രസ്സ് വായിച്ച് കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യെസ് കൊടുക്കാം. യെസ് കൊടുത്താൽ വീണ്ടും അവർ ആ അഡ്രസ്സ് ഫൈനലൈസ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തിരുത്താൻ പറ്റത്തില്ല. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് വീണ്ടും ഒരു ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും വായിച്ചു നോക്കിയിട്ട് തിരുത്തുണ്ടെങ്കിൽ ഈ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും തിരുത്താം.
ഒരു സ്ഥലവും കൂടെ ആഡ് ചെയ്യണം എന്ന്, ഇവിടെ ഒരു സ്ഥലവും കൂടെ ആഡ് ചെയ്യണം എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്ത് സേവ് ചെയ്താൽ അതും ഇവിടെ കാണിക്കും. അത് കാണിച്ച് യെസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മളോട് ഫൈനലൈസ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ ഞാനിത് വീണ്ടും ഫൈനലൈസ് ചെയ്യണം. അപ്പൊ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്തു. നമുക്ക് ഇവര് വോട്ട് ചെയ്ത് വരേണ്ട പോസ്റ്റൽ ബാലറ്റിന്റെ അഡ്രസ്സ് ആറോടെ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫൈനലൈസ് കൊടുക്കുവാണ്. ഫൈനലൈസ് കൊടുക്കുമ്പോഴും അവർ വീണ്ടും ചോദിക്കും, കാരണം ഇത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഈ രണ്ടും തവണയൊക്കെ കൺഫർമേഷൻ ചോദിക്കുന്നത്. കാരണം ഈ അഡ്രസ്സ് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വരുന്ന പോസ്റ്റൽ ബാലറ്റ് വേറെ എങ്ങോട്ടെങ്കിലും പോകും. അതുകൊണ്ട് ഈ അഡ്രസ്സ് വളരെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം എസ് കൊടുത്താൽ നിങ്ങൾക്ക് അഡ്രസ്സ് ഫൈനലൈസ് ആയി. അഡ്രസ്സ് ഫൈനലൈസ് ആയി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ അപ്ലോഡ് EPB. ഞാൻ കഴ്സറിൽ കണ്ടു അപ്ലോഡ് EPB. ഇവിടെയാണ് നമ്മൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന PDF സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോസ്റ്റൽ ബാലറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ചൂസ് ഫയൽ കൊടുക്കുന്നു. ചൂസ് ഫയൽ കൊടുത്തതിന് ശേഷം എവിടെയാണോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ ചെന്ന് നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യണം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓൾറെഡി പല പല പോസ്റ്റൽ ബാലറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് എണ്ണം കാണും. ഇതിൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഫൈനൽ ഏതാന്നുള്ള കൺഫ്യൂഷൻ വന്നാലും നിങ്ങൾക്ക് അവിടെ പ്രശ്നം വരും. അപ്ലോഡ് ചെയ്യുന്നത് മാറിപ്പോയാലും പ്രശ്നം വരും. അപ്പൊ അവസാനം നിങ്ങൾ ചെയ്യുമ്പോൾ ഫൈനൽ ആയിട്ടുള്ള ഒരു PDF മാത്രമേ ഇതിൽ കാണാവുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഫൈനൽ പോസ്റ്റൽ ബാലറ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അത് അപ്ലോഡ് ആവുന്നു. അത് താഴെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാം. മനസ്സിലായില്ല? നിങ്ങൾക്ക് വീണ്ടും നോക്കാം, ഞാൻ അപ്ലോഡ് ചെയ്ത പോസ്റ്റൽ ബാലറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് വീണ്ടും നോക്കാം. അത് കറക്റ്റ് ചെയ്തല്ല തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ പോയി കണ്ടില്ലേ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, ഡിലീറ്റ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോസ്റ്റൽ ബാലറ്റ് ഡിലീറ്റ് ചെയ്ത് വീണ്ടും കറക്റ്റ് പോസ്റ്റൽ ബാലറ്റ് അപ്ലോഡ് ചെയ്യാം. പക്ഷെ അതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അവസാനത്തെ കറക്റ്റ് പോസ്റ്റൽ ബാലറ്റ് മാത്രം നിങ്ങൾ സിസ്റ്റത്തിൽ കീപ്പ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് താഴോട്ട് നോക്കുക, നിങ്ങൾ ഇത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഈ പ്രിവ്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യും. താഴത്തെ കഴ്സർ ശ്രദ്ധിക്കുക, പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യും. പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വീണ്ടും പോസ്റ്റൽ ബാലറ്റ് കാണിക്കും. വീണ്ടും നിങ്ങൾക്ക് വലിയൊരു വിൻഡോയിൽ പോസ്റ്റൽ ബാലറ്റ് കൃത്യമായിട്ട് കാണിക്കും. നിങ്ങൾ ആ പോസ്റ്റൽ ബാലറ്റ് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ വീണ്ടും ETBBMSലോട്ട് വരിക. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, നേരത്തെ ഈ സേവ് ബട്ടൺ ഇല്ലായിരുന്നു. പ്രിവ്യൂ കഴിഞ്ഞതോടുകൂടി സേവ് ബട്ടൺ ഇനേബിൾ ആയി. അപ്പൊ നമ്മൾ എല്ലാം കൺഫേം ചെയ്തു, ഈ പോസ്റ്റൽ ബാലറ്റ് എല്ലാം കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്തു. നമ്മൾ സേവ് കൊടുക്കുവാണ്. വീണ്ടും സിസ്റ്റം നമ്മളോട് ചോദിക്കുവാണ്, നിങ്ങൾ അപ്ലോഡ് ചെയ്ത പോസ്റ്റൽ ബാലറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത്. കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നോ കൊടുക്കാം. നോ കൊടുത്ത് വീണ്ടും തിരിച്ചു പോയി ഞാൻ പറഞ്ഞ പോലെ ഡിലീറ്റ് ചെയ്ത് വീണ്ടും കയറ്റാം. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോവരുത്. ഈ 2 തവണ കൺഫേം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉറപ്പിക്കണം കറക്റ്റ് പോസ്റ്റൽ ബാലറ്റ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അത് സേവ് കൊടുത്ത് നിങ്ങൾ എസ് കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ വന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു പോപ്പപ്പ് ഇങ്ങനെ വരും, ഫൈനലൈസ് EPB എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു സാധനം അവിടെ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സിസ്റ്റം കാണിക്കും. അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ അപ്ലോഡ് ബാലറ്റ് കംപ്ലീറ്റ് ചെയ്തു. സിസ്റ്റം തന്നെ നമ്മളോട് അവിടെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് പറയുവാണ് നിങ്ങൾ EPB ഫൈനലൈസ് ചെയ്യൂ എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനുശേഷം നമ്മൾ ഈ ഫൈനലൈസ് EPBയിൽ പോവുക. അത് ഫൈനലൈസ് EPB കൊടുക്കുമ്പോൾ എന്താണോ സർവീസ് വോട്ടർക്ക് പോകുന്ന ഡോക്യുമെന്റ്സ് അതെല്ലാം വിസിബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഇതാണ് ഒരു സർവീസ് വോട്ടറിന് കിട്ടുന്ന ഡോക്യുമെന്റ്സ്. അദ്ദേഹത്തിന് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഡോക്യുമെന്റ്. അതിൽ ഒരു 3ാമത്തെ പേജ് മാത്രമാണ് നമ്മുടെ പോസ്റ്റൽ ബാലറ്റ്. അവിടെ നമുക്ക് അറിയാം EPID എന്നും പറഞ്ഞൊരു ID ജനറേറ്റ് ആയിട്ടുണ്ട്. ഒരു പോസ്റ്റൽ ബാലറ്റിന് ID ജനറേറ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഒരാൾ ചോദിച്ചു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നമ്മൾ കൊടുക്കണ്ടേന്ന്. അത് ഓട്ടോമാറ്റിക്കലി കുറ്റ്യാടി ജനറൽ അസംബ്ലി എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു QR കോഡ് വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഈ പോസ്റ്റൽ ബാലറ്റ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. ഇതിലൊന്നും നമ്മളൊന്നും ചെയ്യാനില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അതിനകത്ത് 13A, B, C എല്ലാം ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് അവർക്കുള്ള എൻവലപ്പ്. അവിടെ നമ്മൾ ആ കൊടുത്ത അഡ്രസ് ഇതാ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ സർവീസ് വോട്ടറിന് പോകുന്നത്. നമ്മൾ ആകെ ചെയ്യുന്നത് പോസ്റ്റൽ ബാലറ്റ് അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സിസ്റ്റത്തിന്റെ ബാക്ക് എൻഡിൽ നിന്ന് നടന്ന് 13A, C, D എല്ലാം അടങ്ങുന്ന ഒരു സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് സർവീസ് വോട്ടേഴ്സിന് പോകും. നിങ്ങൾ ഇതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫൈനലൈസ് EPB എന്ന് പറയുന്ന സ്റ്റെപ്പിലോട്ട് എത്തും. അപ്പൊ നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ പോവാണ് പോസ്റ്റൽ ബാലറ്റ്. ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഫൈനലൈസ് EPB ചെയ്യാൻ പോവാണ്. ഫൈനലൈസ് EPB എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. ആ സമയത്ത്
ഒന്നുകൂടെ ചോദിക്കും ഡു യു വാണ്ട് ടു ഫൈനലൈസ്. അപ്പൊ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലൈസ് EPB നമ്മൾ ഫൈനലൈസ് ചെയ്തു. അപ്പൊ നമ്മൾ ഇത് ഫൈനലൈസ് ചെയ്തു. ഇതൊന്നും ഇനി ഇറിവേഴ്സിബിൾ അല്ല, നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ EPB ട്രാൻസ്മിറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ EPB അപ്ലോഡ് ചെയ്തു, അത് പച്ചയായി. നമ്മൾ EPB ഫൈനലൈസ് ചെയ്തു, അത് പച്ചയായി. അടുത്ത സിസ്റ്റം തന്നെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുവാണ് നിങ്ങൾ ഈ EPB ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്പൊ ഡീറ്റെയിൽസ് കാണാം. ഞാൻ നേരത്തെ SVP പോർട്ടലിൽ നിങ്ങൾ കണ്ടു 311 വോട്ടർമാർ അവിടെ നിന്ന് ഫൈനലൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ 311 വോട്ടർമാർ ഇവിടെ ലിസ്റ്റഡ് ആയിരിക്കും, കണ്ടില്ലേ? അപ്പൊ ഇത്രയും 311 വോട്ടർമാർക്ക് ഒറ്റയടിക്ക് നമ്മൾ ഈ പോസ്റ്റൽ ബാലറ്റ് സെൻഡ് ചെയ്യാൻ പോവാണ്. ഒറ്റയടിക്ക് നമ്മൾ സെൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ അവിടെ ട്രാൻസ്മിറ്റ് EPB ആൻഡ് പിൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അവിടെ എസ് കൊടുക്കുമ്പോൾ ആറോടെ മൊബൈലിലോട്ട് ഒരു OTP വരും. കാരണം ആറോ ആണല്ലോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പോസ്റ്റൽ ബാലറ്റ്. അപ്പൊ ആറോടെ മൊബൈലിലോട്ട് ഒരു OTP വരും. ആ OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ വെരിഫൈ OTP കൊടുത്താൽ വീണ്ടും ചോദിക്കും ആർ യു ഷുവർ വാണ്ട് ടു ട്രാൻസ്മിറ്റ്. നിങ്ങൾ യെസ് കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ഇവിടെ ഒരു സക്സസ് മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ EPBയും പിന്നും സർവീസ് വോട്ടേഴ്സിന് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമുക്കുള്ള 3 ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതോടുകൂടി നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട് കൗണ്ടിങ്ങിന് മുമ്പായിട്ടുള്ള പോസ്റ്റൽ ബാലറ്റിലെ ETPBMSലെ എല്ലാ ആക്ടിവിറ്റിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ 3 സ്റ്റെപ്പാണ് ഇതിൽ ചെയ്യാനുള്ളത്. പോസ്റ്റൽ ബാലറ്റ് ജനറേഷൻ മാത്രം നമ്മൾ ഈ സിസ്റ്റത്തിന്റെ പുറത്ത് ഇതിൽ കൂടെ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പോസ്റ്റൽ ബാലറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, അത് ഫൈനലൈസ് ചെയ്യുന്നു. അതിന്റെ പോസ്റ്റൽ ബാലറ്റ് നമ്മൾ ഈ പറയുന്ന 311 ഓരോ നിയോജക മണ്ഡലത്തിനും ഓരോ കൗണ്ട് ആയിരിക്കും. ആ അക്കൗണ്ടിലുള്ള ആൾക്കാർക്ക് അത്രയും നമ്മൾ ഈ പോസ്റ്റൽ ബാലറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോസ്റ്റൽ ബാലറ്റ് അവരവരുടെ ഓഫീസുകളുടെ നോഡൽ ഓഫീസർക്ക് പോയിക്കോളും. ബാക്കി അവർ ടേക്ക് കെയർ ചെയ്തോളും. അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട. അവർ ടേക്ക് കെയർ ചെയ്ത് പ്രിന്റ് എടുത്ത് പിന്നെ അവർ പതുക്കെ അത് വോട്ട് ചെയ്ത് അയച്ചു തുടങ്ങും. ആ അയക്കുന്ന പോസ്റ്റൽ ബാലറ്റുകൾ തിരിച്ച് ഫിസിക്കലായിട്ട് തന്നെ റിട്ടേണിംഗ് ഓഫീസർക്ക് വരുന്നതായിരിക്കും. പോസ്റ്റൽ ബാലറ്റുകൾ വരുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് EPBയും തിരിച്ചു വരുന്നതായിരിക്കും. ഇത്രയുമാണ് ആക്ടിവിറ്റി. ഇപ്പൊ നിലവിൽ നമ്മൾ ഈ ചെയ്ത ആക്ടിവിറ്റി മുഴുവൻ ഡെമോ പോർട്ടലിലാണ് ചെയ്തത്. ഈ മീറ്റിംഗിന് ശേഷം ഞാൻ IT നോഡൽസിന് ഇതുമായി ബന്ധപ്പെട്ട ആക്സസ് ഡെമോ പോർട്ടലിലോട്ടുള്ള ആക്സസ് കൊടുക്കും. ആ ആക്സസിൽ നിങ്ങൾക്ക് യൂസർ IDs എങ്ങനെയാണെന്നുള്ളതും പാസ്വേഡ് എന്താണെന്നുള്ളതും ഈ തുടക്കത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇനി ആറോടെ OTP വേണ്ട. ഡിഫോൾട്ട് OTPs ഉണ്ട്. ഡെമോ ചെയ്യാൻ വേണ്ടി ഡിഫോൾട്ട് OTPs ഉണ്ട്. അതും ഞാൻ ഷെയർ ചെയ്യും. അത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ വേണോ ഈ ഡെമോയിൽ ട്രൈ ചെയ്യാം. ഇവിടെ ഒരു എററിന്റെ പ്രശ്നം വരുന്നില്ല. നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഡെമോ പോർട്ടൽ തരുന്നത്. അപ്പൊ ഡെമോയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണോ ചെയ്ത് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം റേസ് ചെയ്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ IT നോഡൽ ഓഫീസേഴ്സിനോട് റേസ് ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾ ലൈവിനകത്ത് കയറി ഓരോ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നാലും നിങ്ങൾ ഒരിക്കലും അസ്യൂം ചെയ്ത് ചെയ്യരുത് ഇതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ IT നോഡലിനോട് ചോദിക്കാം. IT നോഡൽ അത് ഉത്തരം തരും. അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അവർ CE ഓഫീസിൽ അറിയിക്കും. CE ഓഫീസിൽ നിന്ന് ഒരു ഉത്തരം തന്നതിന് ശേഷം നിങ്ങൾ ചെയ്യുക. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. അല്ലെങ്കിൽ സിഇഒയുടെ അപ്രൂവൽ വേണമെന്ന് പറഞ്ഞിരുന്നില്ല, അത് ഏത് സ്റ്റേജിലായിരുന്നു സർ? അത് ഞങ്ങൾ ആ പ്രോസസ്സ് പറയാം. കാരണം ഈ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് പെർ ECI അവിടെ ഒരു അപ്രൂവലിന്റെ ആവശ്യമുണ്ട്. ഈ പോസ്റ്റൽ ബാലറ്റ് ഇവിടുന്ന് വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് പറയേണ്ട ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ ആ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ 7A കൂടെ 7A ഫിസിക്കലായിട്ട് വരേണ്ട ആവശ്യമുണ്ടല്ലോ CE ഓഫീസിലോട്ട്. ആ സമയത്ത് നിങ്ങൾ ഇതിന്റെ പ്രിന്റും കൊണ്ടുവരേണ്ടി വരുമായിരിക്കാം. അത് എന്താണെന്നുള്ളത് ഇൻസ്ട്രക്ഷൻ ആയിട്ട് ക്ലിയർ ആയിട്ട് തരാം. വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റൽ ബാലറ്റ് ഇവിടെ വന്ന് അതിൽ CEO ഒപ്പിട്ട് തിരിച്ച് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇവിടെ വന്ന് ആ പോസ്റ്റൽ ബാലറ്റ് നോക്കി ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് അതിനൊരു പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇവിടുന്ന് അത് CE ഓഫീസിൽ കണ്ട് ഇവിടുന്ന് ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ തരും നിങ്ങളുടെ പോസ്റ്റൽ ബാലറ്റ് ഓക്കെ ആണെന്നുള്ളത്. ആ പോസ്റ്റൽ ബാലറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ PDF തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതെ, അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന PDF. അതിന്റെ അകത്ത് വരയും കുറിയും സ്കാൻഡ് കോപ്പി ഒന്നുമില്ല. നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന PDF മാത്രമേ അപ്ലോഡ് ചെയ്യാവുള്ളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഹലോ സാറേ, ചോദിച്ചോളൂ, ധൈര്യമായിട്ട് ചോദിച്ചു. സാറേ, നമുക്ക് ഓൾറെഡി നമ്മൾ ECNetൽ 7A ഉൾപ്പെടെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ സൈറ്റിലേക്ക് ആ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യാത്തത്? സാർ, ഇതെല്ലാം ഓരോ സമയങ്ങളിൽ ക്രിയേറ്റ് ചെയ്ത പോർട്ടൽസ് ആണ്.
ഇതെല്ലാം ഒറ്റ ആ ലിങ്കേജ് കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യുന്ന വേറെ ടീമായിരിക്കാം. ഇതെല്ലാം ഇപ്പൊ നിങ്ങൾ ECNet കൂടെ കയറുമ്പോഴും ഇതെല്ലാം പല ഇന്റർഫേസാ. ആ ഇന്റർഫേസുകൾ ഒരിടത്തോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. ഓക്കെ സാർ. അത് വേണേ കൺസിഡർ ചെയ്യാം. ഇത് നല്ല വാലിഡ് ചോദ്യമാണ്, നമുക്ക് നോക്കാം, പ്രൊപ്പോസ് ചെയ്യാന്നുള്ളത്. സാർ ഒരു സംശയം, അതായത് നമ്മള് പിന്നെ വോട്ട് ചെയ്തതിനു ശേഷം ബാലറ്റ് തിരിച്ചയക്കുമ്പോഴത്തേക്ക് ആ അഡ്രസ്സിന്റെ പിന്നെ കവറിന്റെ അകത്തുള്ള അഡ്രസ്സാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും പോസ്റ്റൽ അഡ്രസ് കറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഡിറ്റ് ചെയ്ത് കറക്റ്റ് അഡ്രസ് ആക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ആ കവറിൽ വരുമല്ലോ? അതെ, നിങ്ങൾ അതാ ഞാൻ പറഞ്ഞു, ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മളൊരു അഡ്രസ് സേവ് ചെയ്യുന്നില്ലേ, ആ അഡ്രസ് ആണ് ആ കവറിന്റെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പൊ അവർ അഡ്രസ് ഒന്നും ടൈപ്പ് ചെയ്തില്ല, അവർ ആ കവറിനകത്ത് ഇട്ട് ഇങ്ങോട്ട് അയക്കത്തേ ഉള്ളൂ. അപ്പൊ ആ അഡ്രസ് കൃത്യമായിരിക്കണം. ഓക്കെ. സാറ് ആ കവറിൽ സാറ് റിട്ടേണിംഗ് ഓഫീസർ മാത്രമേ വരുന്നുള്ളൂ, അതായത് എല്ല എന്നുള്ളത് അതിൽ സൂചിപ്പിക്കുന്നില്ല. അതപ്പോ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരുമോ? സെപ്പറേറ്റ് കൊടുക്കണം. എല്ലേന്ന് സൂചിപ്പിക്കും, അല്ല നിങ്ങളുടെ ഓഫീസ് അഡ്രസ് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അതുണ്ട്, പക്ഷെ റിട്ടേണിംഗ് ഓഫീസർ എന്നെ എല്ലെന്ന് പറഞ്ഞിട്ടില്ല. റിട്ടേണിംഗ് ഓഫീസർ അതങ്ങനെ ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് അഡ്രസ്സിൽ ചേർക്കുക എന്നുള്ളത്. ഇന്ന എല്ല എന്നുള്ള അഡ്രസ് ചേർക്കുക. ഓക്കെ, അതൊന്ന് വാലിഡ് ആണ്. അത് നോക്കാം. എല്ലായുടെ നമ്പറും വേണ്ടി വരും. അത് അതിന്റെ വരുന്നില്ല, ഓട്ടോമാറ്റിക്കലി വരുന്നില്ല. ഓക്കെ സാർ, അത് നോട്ട് ചെയ്ത് ഞാനത് ഇൻസ്ട്രക്ഷൻ ആക്കി തരാം. അത് അഡ്രസ് ലൈൻ 1 കൊടുത്താൽ പോരെ? അതെ, കൊടുത്താൽ മതി. അഡ്രസ് ലൈൻ 1 കൊടുത്താൽ മതി. സർ, നമ്മൾ പോസ്റ്റൽ ബാലറ്റ് ഒരു PDF സേവ് ചെയ്യുന്ന പറഞ്ഞല്ലോ, നമുക്ക് എഡിറ്റ് കഴിഞ്ഞിട്ട് സെയിം പേരിൽ തന്നെ വീണ്ടും സേവ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം സപ്പോസ് റിപ്പീറ്റഡ് വരുന്നില്ലല്ലോ, അപ്പൊ നമുക്ക് ഒറ്റ ഒരെണ്ണം തന്നെ ഫൈനൽ ആയിട്ട് കിടക്കുമല്ലോ, അപ്പൊ ഡൗട്ട് വരത്തില്ലല്ലോ. അങ്ങനെ ചെയ്യാം, നോ ഇഷ്യൂ. നിങ്ങൾ എങ്ങനെ ചെയ്താലും അവസാനം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഫൈനൽ കറക്റ്റഡ് ഈ പോസ്റ്റൽ ബാലറ്റ് ആയിരിക്കണമെന്ന് അത് എൻഷുർ ചെയ്താൽ മതി. സാർ, ഈ രീതിയിൽ വോട്ട് ചെയ്യുന്ന സർവീസ് വോട്ടേഴ്സ് ആരൊക്കെയാണ്, ഏതൊക്കെ കാറ്റഗറിയാണ് ഈ തരത്തിൽ വോട്ട് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ആംഡ് ഒഫീഷ്യൽസ്, നമ്മുടെ സ്റ്റേറ്റിന് പുറത്ത് ജോലി ചെയ്യുന്ന സ്റ്റേറ്റിനകത്ത് സ്റ്റേറ്റിന് പുറത്തോട്ട് ജോലി ചെയ്യുന്ന ആംഡ് ഒഫീഷ്യൽസ്, ഡിപ്ലോമാറ്റ്സ്, ഇനി എന്തെങ്കിലും അത് ECI ആണ് കാറ്റഗറൈസ് ചെയ്യുന്നത് സർവീസ് വോട്ടേഴ്സ് ആരാന്നുള്ളത്. അവർ ഓൾറെഡി കാറ്റഗറൈസ് ചെയ്ത് അങ്ങനെയാണ് ഈ 311 പേര് ഉദാഹരണത്തിന് ഇവിടെ ലിസ്റ്റഡ് ആയിട്ടുള്ളത്. അവരെയാണ് സർവീസ് വോട്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പോർട്ടലിലെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറെ ഡമ്മി ആയിട്ട് പോസ്റ്റൽ ബാലറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കൗണ്ടിങ്ങിന്റെ ഡെമോ വരുമ്പോ നമുക്ക് ചെയ്തു നോക്കാനായിട്ട് അത് ഉപയോഗിക്കാം. കൗണ്ടിങ്ങിന്റെ ഡെമോ വരുമ്പോ അത് ഡൗൺലോഡ് ചെയ്യാനും അത് ചെയ്യാനും ഉള്ളത് വേറെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി പറയണ്ട. ആ കൗണ്ടിങ്ങിന്റെ ഭാഗത്തോട്ടേ പോകണ്ട. നമ്മളുടെ ആകെ ടാർഗറ്റ് എന്ന് പറയുന്ന നിലവിൽ ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ PPV ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കൗണ്ടിങ് ഒക്കെ നമ്മൾ പിന്നെ അടുത്ത ഇതിൽ നമ്മൾ കവർ ചെയ്യും. അതിനെപ്പറ്റി ഒന്നും ഇപ്പൊ ആലോചിക്കുക പോലും വേണ്ട. ഈ PB പോകുന്നത് ഈ കൺസേൺഡ് ഓഫീഷ്യൽസിന്റെ ഓഫീസുകളിലേക്ക് ആയിരിക്കത്തില്ലേ? അതെ, അവർക്ക് അവിടെ നോഡൽ ഓഫീസേഴ്സ് ഉണ്ട്, അവർക്ക് ഇതിനകത്ത് ലോഗിൻ ഉണ്ട്, അവർക്ക് ചെല്ലും, അവരിത് ഡൗൺലോഡ് ചെയ്ത് അവർക്ക് കൊടുക്കുക ചെയ്യുന്നു. ഓക്കെ. സാർ, PB ഇൻസ്ട്രക്ഷൻസ് മലയാളത്തിലും ഉണ്ടാവും? ഏത് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടോ? ഈ PBയുടെ പോകുമ്പോ അതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാണിച്ചല്ലോ, ഈ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന അല്ലാതെ കുറച്ച്. ഇല്ല, അതെന്താണോ ECI പ്രൊവൈഡ് ചെയ്യുന്നത് അത് മാത്രമേ പോകത്തുള്ളൂ. സാറേ, ഒരു സംശയം. ഹലോ സാർ, ഈ വെബ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ്, സിസ്റ്റം റിക്വയർമെന്റ്സ് എന്തൊക്കെയാ? അതെനിക്ക് നോക്കണം മാഡം, ഞാനത് നോക്കിയിട്ട് അറിയിക്കാം. ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇത് പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വലിയ റിക്വയർമെന്റ്സ് ഉണ്ടോ. നോർമലായിട്ട് ഒരു വിൻഡോസ് മെഷീൻ മതി, വേറെ പ്രശ്നങ്ങളൊന്നും അതിലില്ല. പിന്നെ എന്റെ ഒരു സജഷൻ എന്താ അറിയോ, നമ്മൾ വളരെ ഈ പിന്ന് ജനറേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതായത് ROമാരെയും കൂടെ അടുത്ത് ഇരുത്തിക്കൊണ്ട് ചെയ്യുക. കാരണം അവരാണ് ഫൈനലി ഇത് വരിക. അപ്പൊ അവര് കണ്ടുകൊണ്ട് ചെയ്യുക. എന്റെ ഒരു എക്സ്പീരിയൻസിലാണ് അവരും കൂടെ ഇരുത്തിക്കൊണ്ട് ചെയ്യുക. ഒന്ന്. പിന്നെ രണ്ടാമത് നമ്മൾ ഷൈൻ പറഞ്ഞ പോലെ ഇവർക്ക് അയച്ചു കൊടുക്കുമല്ലോ, CO ഓഫീസിൽ അയച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഡിലേ വരും. അതുകൊണ്ട് നിങ്ങൾ സമയമുണ്ടല്ലോ പറഞ്ഞ് 27 വരെ ഒന്നും വെക്കാൻ നിൽക്കണ്ട. പോസ്റ്റൽ ബാലറ്റ് ജനറേറ്റ് ചെയ്തിട്ട് DOന് അയച്ചു കൊടുക്കുക. DOന്റെ അവിടുന്ന് പോകണം, DOന്റെ അവിടുന്ന് COന്റെ ഓഫീസിലേക്ക് പോകണം. അപ്പൊ ആ ഡിലേ ഒക്കെ വരും. അപ്പൊ നമുക്ക് സമയം ഉണ്ടെന്നുള്ള ഒരു മീനിങ് വരണ്ട 24 hours. ഞാൻ ഒന്നും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. നമ്മൾ ഈ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിഡ്രോവലിന്റെ 3 മണിക്കും അതിനുശേഷം 26-ാം തീയതി 3 മണി തൊട്ട് 27-ാം തീയതി 3 മണി വരെയാണ് ടൈം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈം വിനിയോഗിക്കേണ്ട. നിങ്ങൾക്ക് സ്ക്രൂട്ടിനി കഴിയുമ്പോൾ തന്നെ എക്സാക്ട് ഒരു രൂപം കിട്ടും. നിങ്ങൾ മറ്റ് പ്രിപ്പറേഷൻസിലോട്ട് കടക്കും. ആ സമയത്ത് തന്നെ നിങ്ങൾ ഇത്
ക്രിയേറ്റ് ചെയ്യുക. ആരെങ്കിലും വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മാത്രം ആ പോസ്റ്റൽ ബാലറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ 3 മണിക്ക് ശേഷം ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ പോസ്റ്റൽ ബാലറ്റ് ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. ഇതില്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത് അതിനുശേഷം നിങ്ങൾ പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്യും, എന്തെങ്കിലും ഒരു എറർ വരും, ചിലപ്പോൾ ഫോൺ എടുക്കാത്ത പ്രശ്നങ്ങൾ വരും, പിന്നെ അത് അറിയിച്ച് അത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം പോകും. അപ്പൊ ഓൾറെഡി നമ്മൾ ഇത് ജനറേറ്റ് ചെയ്ത് കൃത്യമായിട്ട് വെച്ച് വിഡ്രോവൽ ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഡിലീറ്റ് ചെയ്ത് മാത്രം കളഞ്ഞ് സേവ് ചെയ്താൽ മതി. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ലാസ്റ്റ് നിമിഷം വരെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. English for the generation and the transmission. Just summarize the process. Yeah. So okay, I will go to another login for. Okay, sir. I will go to that. Till now, anybody has any doubt? ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതെ, ഷൈൻ, ഒരു സംശയം ചോദിച്ചോട്ടെ. നമുക്ക് ഓൺലൈൻ നോമിനേഷൻസ് വരുന്ന കേസിൽ ഫോട്ടോ ഈ ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ് ഫോട്ടോയും കൂടെ സബ്മിറ്റ് ചെയ്യുമോ? ഓൺലൈൻ നോമിനേഷനിൽ ഓൾറെഡി അദ്ദേഹം ഫോട്ടോസ് തരുന്നില്ലേ? അതെ, പക്ഷെ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു പ്രൊവിഷൻ എൻകോറിൽ കണ്ടില്ല. ഹാർഡ് കോപ്പി തരണമെന്നുണ്ട് മാഡം. ഹാർഡ് കോപ്പി ഉണ്ട്, ഹാർഡ് കോപ്പി തരണം. ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്താലും ഹാർഡ് കോപ്പി നമുക്ക് എത്തിക്കണം. പോസ്റ്റൽ ബാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എത്രയോ ക്ലാരിറ്റി ഉള്ള ഫോട്ടോ എന്തോ കൊടുക്കണമെന്നോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഓക്കെ, ശരി. അതെ അതെ സാർ, നമ്മൾ ഈ പി ബി തയ്യാറാക്കിയതിനു ശേഷം അത് പ്രിന്റ് എടുത്തിട്ടാണോ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ കൊടുത്തിട്ട് സിഒക്ക് തരേണ്ടത്, അതോ എങ്ങനെയാണ് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിഷൻ ആണോ? സാർ, ആ ഇൻസ്ട്രക്ഷൻ ഞങ്ങൾ തരാം സാർ. അതിന്റെ ഒരു SOP പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എല്ലാ ജില്ലകളിലോട്ടും അയക്കുന്നുണ്ട്. എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം, എപ്പോൾ നിങ്ങൾ അപ്ലോഡ്, എല്ലാം കൂടെ ഉൾപ്പെടുത്തി നമ്മൾ ഒരു SOP ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇൻസ്ട്രക്ഷൻ തരാം. ശരി ശരി, ഓക്കെ. സാർ, ഒരു സംശയം സാർ. സാർ, നമ്മൾ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കറക്റ്റ് അവിടെ എത്തി എന്നുള്ള അക്നോളജ്മെന്റ് എന്തെങ്കിലും നമുക്ക് കിട്ടുമോ സാർ? വേണ്ട, നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി പറയണ്ട. ഇതില് ഡാഷ്ബോർഡിലുണ്ട്, അത് കൗണ്ട് ആണ്. ഇവിടെ EPB ഡൗൺലോഡഡ് എന്ന് പറഞ്ഞ അക്നോളജ്മെന്റ് വരും. ഈ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സർവീസ് വോട്ടർ എപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്തു, എത്ര പേര് അത് ഡൗൺലോഡ് ചെയ്തു എന്നുള്ളത് കാണാൻ പറ്റും. പിന്നെ ഡൗൺലോഡ് ചെയ്ത് എത്ര പേര് സെൻഡ് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ RO ഓഫീസിൽ എത്തുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഡൗൺലോഡ് ചെയ്ത് അറിയാൻ പറ്റും, എത്ര പേര് ഈ സാധനം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. കൗണ്ടിങ്ങിന്റെ ഒക്കെ സമയത്ത് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഈ കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്തത് അവരുടെ വോട്ടറുടെ യൂണിറ്റിന്റെ നോഡൽ ഓഫീസർ അല്ലേ ഡൗൺലോഡ് ചെയ്ത് വോട്ടർക്ക് ഹാൻഡ്? അതെ 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 അതാ ഞാൻ പറഞ്ഞു. ടോട്ടൽ EPB ഡൗൺലോഡും കൃത്യമായിട്ട് നമ്മുടെ RO ഓഫീസിലോട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു സംശയം, ഈ ഫോട്ടോയുടെ ഡയമെൻഷൻ, അതിന്റെ സൈസ്, അതെല്ലാം സാറേ ഞാൻ തരാം സാറേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് കഴിയുന്ന ഉടനെ തന്നെ ഞാനൊരു PPT ഷെയർ ചെയ്യാം. PPTയിൽ കൃത്യമായിട്ട് എല്ലാം ഉണ്ടാവും. സാറേ, രണ്ടാമത് പറഞ്ഞ പോയിന്റില്ലേ, നമ്മളെ EROയുടെ ലോഗിൽ നിന്നും ഫൈനലൈസ് ചെയ്യുന്നത്, അത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുമോ? സാറേ, അത് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഈ ETPBM പോർട്ടലിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഇതിപ്പം അന്നേ ദിവസം നിങ്ങൾ ശരിക്കും പറഞ്ഞ നോമിനേഷൻ കഴിയുന്നതോടുകൂടി തന്നെ ലോഗിൻ ചെയ്ത് നോക്കണം. അതിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവർ ഫൈനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു എറർ മെസ്സേജ് കാണാൻ പറ്റും. അപ്പൊ അവരെ കൊണ്ട് ഫൈനലൈസ് ചെയ്യിപ്പിക്കേണ്ടി വരും. പക്ഷെ നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് എല്ലാവരെയും കൊണ്ട് ഫൈനലൈസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും തിങ്കളാഴ്ച തന്നെ. അവരത് ഫൈനലൈസ് ചെയ്താൽ മാത്രമേ ഇതെല്ലാം ഇനേബിൾ ആവുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ട്രാൻസ്മിറ്റ് EPB എന്ന് പറഞ്ഞ ഈ വിൻഡോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് ഇനേബിൾ ആവണമെങ്കിൽ ഇവർ ഈ സർവീസ് വോട്ടേഴ്സിനെ ഫൈനലൈസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്റെ കഴ്സർ കണ്ടാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു എറർ മെസ്സേജ് വരും, ഇന്ന ആൾ ഇത് ഫൈനലൈസ് ചെയ്തിട്ടില്ല, ആദ്യം അത് ഫൈനലൈസ് ചെയ്യൂ എന്നിട്ട് തിരിച്ചു വരൂ എന്ന് പറഞ്ഞൊരു എന്തോ ഒരു മെസ്സേജ് ഇവിടെ വരും. നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. ഈ നമുക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ള ഒഫീഷ്യൽസിനും ഇതേ മോഡൽ ഫോളോ ചെയ്യാൻ കഴിയില്ലേ? സാർ, അത് ഈസി തരേണ്ട നിർദ്ദേശമാണ്. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ആറുമാരുടെ ഓഫീസിലെ വലിയ ജോലികളിലൊന്നാണ് ഈ പോസ്റ്റൽ ബാലറ്റ് അയക്കുന്നത്. ഇത് നല്ലൊരു മോഡലാണ്, അതുകൊണ്ട് ചോദിച്ചതാ. കറക്റ്റാണ്.
നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് ഇത് ECI ആലോചിച്ചിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ, അവരത് ആലോചിച്ചിട്ടായിരിക്കുമല്ലോ അത് പ്രൊവൈഡ് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഓക്കെ, മറ്റൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിലും കൂടെ ഒരു തവണ ഇത് ചെയ്യാൻ പോവുകയാണ്. മറ്റ് ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ആവാം, അതല്ല കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതിൽ അഡ്രസ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ലൈനിലും കൂടുതലായിട്ട് എൻ്റർ ചെയ്യാതെ മൾട്ടിപ്പിൾ ലൈൻസിൽ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം പ്രിന്റ് വരുമ്പോൾ ചിലപ്പോൾ കവറിന്റെ പുറത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സാറേ PPT ഷെയർ ചെയ്യാലോ? എല്ലാം ഞാൻ ഇതിന്റെ ഈ ഡെമോ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഞാൻ ഇൻഫർമേഷൻസ് IT നോഡൽസിന് കൊടുക്കും, അവരെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. കേട്ടില്ല. ഒരു സംശയം, അതായത് നമുക്ക് ഈ വോട്ടേഴ്സിന്റെ സർവീസ് വോട്ടേഴ്സിന്റെ ഫൈനലൈസ് ചെയ്ത് വരുന്നത് ERO ഫൈനലൈസ് ചെയ്ത് വരുന്നത് നമുക്ക് ഫുൾ ആയിട്ടല്ലേ വരത്തുള്ളൂ, പാർഷ്യലി ഫൈനലൈസ് അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഒറ്റ ഫൈനലൈസേ ഉള്ളൂ, ഫൈനലൈസിൽ മൊത്തം വരും. സാറേ ഒരു ഡൗട്ടും കൂടി ഉണ്ട്. സാർ ഒരു ഡൗട്ട് ഉണ്ട്. ഹലോ സാർ. ചോദിച്ചോളൂ സാർ EROയും ROയും ഒരാളായിട്ട് എടുത്ത് എങ്ങനെയാണ് സാറേ? കുഴപ്പമില്ല, രണ്ട് പോർട്ടലാണ്. നിങ്ങൾ മറ്റേ ഈ SVP പോർട്ടലിൽ കയറി അത് ഫൈനലൈസ് ചെയ്തിട്ട് ഇപ്പുറത്ത് ETBPMS ലോഗിൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ല, അത് നമ്മളോട് പറയുമോ അതോ EROയുടെ ക്ലർക്കിനോട് പറഞ്ഞു കൊടുക്കുമോ, എങ്ങനെയാണ്? EROക്ക് നിർദ്ദേശം വരും, ERO ക്ലർക്കുമാർക്കൊക്കെ നിർദ്ദേശം വരും അല്ലേ? വരും. സാർ, നമ്മൾ EPB ജനറേറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ശേഷം നമുക്ക് ട്രാൻസ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വരുമല്ലോ. നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്മിറ്റഡ് അത് സക്സസ്ഫുള്ളി താഴെ മെസ്സേജും വരും. നിങ്ങൾക്ക് ഇവിടെ കാണാം പച്ചയിൽ ടിക്കറ്റ് ഇട്ടേക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ സർ. പിന്നെ കഴിഞ്ഞു. നമ്മൾ തൽക്കാലം ETBPMS നമ്മൾ ലോഗൌട്ട് ചെയ്ത് വെക്കുക. പിന്നെ കൗണ്ടിങ്ങിനോട് അടുപ്പിച്ച് നമ്മൾ വീണ്ടും ആക്ടിവേറ്റ് ആവും. ഓക്കെ സർ. ഓക്കെ okay, so ETBPMS I have already explained what is its purpose and all. So what is the action we are taking is that we will create a postal ballot using the postal ballot generation software. So once we log into a we will log into a RO login. And you will log into the RO interface. You can see the RO interface. So we haven't transmitted any EPB. That's why it's showing blank. Total number of service voter will be visible. Total EPB downloaded will be visible. So നേരത്തെ ഒരു മിനിറ്റ്, നേരത്തെ ഒരാൾ ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു, SVP പോർട്ടലിൽ ഫൈനലൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. യു ക്യാൻ സീ ഹിയർ. നിങ്ങൾക്ക് ഇവിടെ എറർ കാണാം. പ്ലീസ് ആസ്ക് ദ കൺസേൺ ERO ടു ഫൈനലൈസ് ദ സർവീസ് വോട്ടർ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. ഓക്കെ. So we have to ensure that all the EROs have finalized their service voter list on the last day of nomination. Then only you can do this activity. So you can see the error message it is showing. Since the service voter has not finalized anything in the service voter portal, we cannot do anything on the RO interface of ETBPMS portal. Hope it is clear. So if you come across with such a message, the immediate step you have to take is that you have to call the ERO and ask him to log into the service portal and ask him to finalize the service voters. The timeline for the finalization of service voters in service voter portal is 3 o'clock of the last date of nomination, that is on 23rd 3 o'clock. So after 23rd 3 o'clock, all EROs should finalize the service voter portal. So that they will be doing it. So for doing the demo, we can do the finalization by ourselves.
So this will be the interface of an ERO in the service water portal, which we don't have to bother actually, but still, if some pendency, if you are seeing in the ETBBMs, you can call the ERO to and do this like this. In the menu card, you can see a finalized service water list. So all the service waters for him will be visible in his portal. Though I have took the demo of Nadapuram and there is about 367 service waters. Here, last we can see a finalize option. So he has to click on this finalize option and he has to provide the yes button. So you can see that success, the service waters had been added successfully and it is transferred to the ETBBMS portal. So this is the only activity which ERO has to do after 3 o'clock on the 23rd, last date of nomination. If he has done it, then we can move to the ETBBMS portal. So this is the only activity that ERO is doing. So now we will come to the ETBBMS. So in the ETBBMS, you will be seeing the transmit EPB and so now you can see that error has gone because the ERO has finalized the service water list. So the error has done. We can proceed with adding the address. So here, when we come to the download option, there will be an offline ballot generation software, which we have to download it and we have to install in our system and which is used for the creation of postal ballot, which I have shown earlier. So in this, you can see we have created a postal ballot and the steps you might have already seen. And based on it, you can create the postal ballot and save it and save it as PDF in the folder. So once it is created and everything is ready, you will log into the RO portal. Sir, please explain that tab of save, submit and finalize and update when it is to be used. Okay, then we will go on to the okay, so you have downloaded the offline ballot generation software. Then you have to go to the click on that software. Then this window will come. The first thing we have to do is add the master data. So here you can see add ballot master details. You can see the cursor here. You click on that cursor. Some drop downs will come. In that you have to select election 4 as assembly constituency, state as Kerala, language 1 will be Malayalam, language 2 will be English. It will be automatically fetched. Then you have to click on this submit details. So the master record is inserted. So you have created one master record and you can visible here. So after that, you have to create the postal ballot in that master data. You go to the add details, add candidate. See my cursor? You will click on this add candidate details. So the add candidate window will be coming. Here you have to type the name of the candidate. Since I am using the demo, I will be typing as texting also. And the Malayalam will be automatically fetched here. But you have to ensure that the Malayalam fetched here is correct. If it is not correct, you can use any tool and make it correct and copy paste here. Hope I am clear. So once you are entering the name, the vernacular language will come automatically here. But you have to ensure that the spelling is correct. Currently, the spelling is wrong. So you can use any tools to make the spelling correct and you can copy that and paste it here. It will work. Then you have to select which party. You have to type which party and then you have to add the photo of the candidate. For that, you see my cursor, you go to the browse button here for selecting the candidate photo. You click on there, select the candidate from where it is saved in your system. You open it, the photo will come here. So now what you have to do is that you have to submit the details. So first you click on the submit details and click on OK, then it will come here. So first candidate is added. Next, the second candidate. So the second candidate is also, we have to browse the photo and you have to submit the details. Then the second candidate is added as second one. So now you have found that there is a spelling mistake in this first candidate, Rajan. So you will go to the edit button. You will correct that. You will give an update here.
So that update will be reflected here. Hope you are visible that Rajan testing 1. It becomes Rajan testing 1. Okay, so that edit option is there and you want to delete it. You accidentally duplicated one candidate and you want to delete the candidate. You click on here, that candidate will get deleted. After listing all the candidates, the last one to list is the nota. So for nota, you have a option here. See my cursor. There is click here, check here to add nota. So once you click here, you can add, you can see that there is an option to enter the details where we will enter that none of the above in the candidate column and the exact Malayalam of it will be entered in the vernacular column. And you have to submit the details here. There is no need to add the party details and it will be, there is no provision for that also. So you just submit the details. No need to add the photo also because nota photo will be automatically fetched from the system. So now you can see the nota added automatically and the picture is also here. So now we have confirmed that our postal ballot is created as per 7A and the listing is correct 1, 2, 3 and all. Every photos are correct. Every spellings are correct and everything is correct. You just click on this finalize ballot button. Sir, So one the doubt- ballot, yes. One doubt in this. Sir, here we don't have to put the party symbol because if any... No. In the postal ballot for the service voters, there is no need to put the party symbol. Okay. Only the name, party and photo will be visible in the postal ballot. Okay. Okay. So you are finalizing the ballot and then you have to save the ballot. So I have gone there and in the testing, I am saving the TB final postal ballot. So once I have saved it, the file is saved. You can close this software. You can go to you can see the PDF here, which we have just now saved. So you click on that save button, you can see the postal ballot. So this will be the postal ballot we have generated through the software. Hope this much is clear. Now we will go to the uploading of this postal ballot in the ETBBMS portal. So everything is clear. The postal ballot is created and we have saved it in the folder. Now our job is to transmit this postal ballot to the service voters. For that, we will go to the ETBBMS portal again. And the first step, we will click on this transmit EPB and PIN. You can see 3 options: upload ballot, finalize EPB, transmit EPB and PIN. The first step is uploading the ballot. So for that, you have to go to the transmit EPB and PIN. You have to enter the returning officer address. So here earlier it was told that we have to mention the LAC name also in the address. So I will say, this is Nadapuram Assembly Constituency. So I will say Nadapuram Assembly Constituency in the first line and address of the RO office will be typed in the second line. And I have to enter the PIN code also. 1 minute. Hello, sir. Sir, it's going on, sir. I am back for 15 minutes, sir. I am conducting on. Okay. Yes, sir. It's almost over. 15 minutes, sir. Yes. Okay. So we have typed the address lines. Then we have to enter the PIN code and we have to click on the save button. So once saved, you can see the address preview here. So the returning officer and the designation will be automatically fetched from the system. All other details in the address line 1 and 2 will be fetched here. Hope you are visible. The Nadapuram Assembly Constituency, Industrial SCPO, Papanangkot, Kerala 69509. The PIN code, everything comes here. And you can verify it. If it is not correct, you can go again and you can change it. So once you are giving yes button here, then they will ask for again to finalize. So if there is any mistake, anything to change, you can do it now. Before finalization, you have to do it. After finalization, it will be difficult to do it. So
I am giving finalize option. So again, they will ask whether this address is correct. So again, we will look at this and we will give the finalize button. So once finalized is done, the next step it will come is that upload EPB. It will be automatically coming in the portal. You can see here. So that upload PPB comes here. You can choose the file. While choosing the file, you should be very clear. Because I have told earlier, the people will be doing so many testings, so many trials, so many EPBs. It will be all will be in the system, and you have to make sure that only the final postal ballot got uploaded. So you have to click on that, and it will be uploaded here, and you can see here the postal ballot. So here also you can verify whether the postal ballot is correct or not. If it is not correct, you can go here, you can see the delete button. You just click on this delete button, and then you can again choose the final postal ballot. Or you can again go to the ballot generation software, and you can do, if any mistake is there, you can correct the spelling, you can correct the photo, you can correct the spelling of the party name, etc. And you can save it and you can again upload it. You can Sir, see one doubt here. Yeah. Before uploading, we have to get it certified through the DEO and CEO office also. It is not a certification. It is actually the CEO office has to say a proceed instruction. There will not be any physical signing in the parcel ballot or any communication like that. That we will provide to proceed to upload the EPB. Understood? Hopefully, it will be that they will be bringing up the 7A to the CEO office. Along with they have to bring the EPB. From there, together 7A and EPB will be confirmed. But this has to be finalized, and the instruction will come from the CEO office. We have to wait for it. Within 2 days, the instruction will come. Okay, sir. So you have uploaded the EPB. Then you go. There will be a preview button here. You can go to the preview button here, and you can see the postal ballot again. You can check for the correctness. Come again to the ETB-BMS. Now you will see a save button here. So you have to click on this save button. They will ask whether you are ensure that you are uploading correct ballot. See, you have to click on this yes. See, about 3 or 4 times they are asking for the postal ballot correctness. So you have the provision of checking the postal ballot 2-3 times. Utilize that, check it, and make sure that this is correct. So the upload ballot is completed. You can see the green tick mark here, and everything is completed. The next step, we are moving to the finalization of this postal ballot. So here, there is nothing. You can come down here and you can see the preview button again here. You can preview here. Come again, come. Just 1 minute. Sorry, you have to click on this finalize EPB. So then finalize EPB, if you click, the finalized postal ballot will be visible. See, this is system generated automatically from the postal ballot we have given. So these pages will be automatically created by the system. This will be the set of documents that is going to the service voters. You can refer here. So this will be the set of documents. You can see our postal ballot is included as the third document in the set of documents, and there is an EPID generated for that. The Nadapuram LAC is there, and the name and the candidate picture is there. You just go through it. You can go. You can see all the other documents, statutory documents that have to be given to the service voters. Here you can see the address. So they will be sticking the envelope with this cover. So the address we are provided is here. So the post office will courier this to the returning officer, Nadapuram Assembly constituency or the respective constituency you are doing. And you can see all other documents in this, and you can finalize the EPB. Here we have to look at the EPB only, EPB and the address only. No need to look all other documents because it is automatically fetched from the system. So you click on this finalize EPB, then you can click on this yes. And the EPB is finalized. So our postal ballot is finalized. Now we are ready to push these documents to all service voters. So the next thing has come up, that is transmit EPB. So here you can see the list, the 367 service voters in your assembly constituency, the list of the service voters. You transmit, you can see the click, you can see the button here. You just transmit it. You can click on this yes button. Here the OTP will go to the RO mobile. So you have to give the OTP here.
and you can verify the OTP. Again, it will show, are you sure? Then you have to click on this yes button and you can see that EPB and PIN transmitted successfully. Here also, the transmit EPB and PIN successfully. So the whole process before the counting is completed and you can log out from the system and you can stop the activities. So these 3 activities are done on this ETBBMS portal. Hope it's clear. If any doubts are there, you can ask. Clear, sir. So this is the demo portal. I will give all the access to all ROs for utilizing this demo portal. Using this demo portal, you can try n number of times. So once you have transmitted EPB and PIN, again you cannot transmit, but still if you give me the details of the concerned RO, I will again get it cleared from ECI. So you can try again in the demo portal. So I will be sharing the SOP for utilizing the demo portal for the trial run after this meeting. Using that, you can, the nodal officers itself can check on the functionality of the portal. You can clear your doubts in the group and we can proceed. Hello, sir. Yes. Sir, ഒരു ഡൗട്ട്, അതായത് ഫോട്ടോയെ സംബന്ധിച്ചാണ്. യെസ്. അതായത് നമ്മൾ ഫോട്ടോ സ്കാൻ കേൾക്കാമോ സാർ? ഹലോ, കേൾക്കാം. സ്കാൻ ചെയ്ത ഫോട്ടോ നമുക്ക് 12 KB കൊണ്ടുവരുമ്പോൾ അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ സാർ? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇതിനകത്ത് ചെറുതായിട്ടാണ് ഫോട്ടോ കൊടുക്കുന്നത്. ഫോട്ടോ വലുതല്ല, ചെറിയ ഫോട്ടോയാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ, ക്ലാരിറ്റി വരും. ഓക്കെ. അങ്ങനെ നിങ്ങൾ പാസ്പോർട്ട് സൈസിലോട്ടൊന്നും ഈ ഫോട്ടോ പ്രൊജക്ട് ചെയ്യത്തില്ല. നിങ്ങൾ പോസ്റ്റൽ ബാലറ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. യെസ്, ചോദിച്ചോളൂ സാർ. ക്ലിയർ അല്ല സാർ? സാർ ഓഡിയോ ക്ലിയർ അല്ല, എനിക്ക് കേൾക്കുന്നില്ല. സാർ ഇതിൽ പിന്ന് ട്രാൻസ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പിന്നായിട്ടൊന്നും ജനറേറ്റ് ചെയ്യാനായിട്ട് പ്രോസസ് ആണ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അത് ബാക്ക് എൻഡിൽ നടന്നോളും. പിൻ ജനറേഷനും പിൻ ട്രാൻസ്മിഷനും ഒക്കെ നമ്മൾ ട്രാൻസ്മിറ്റ് ഇയാറോമാരെ സാർ ഒരു ഡൗട്ട് ഉണ്ട് സാറേ. ഹലോ അറിയാം സാറേ. പറഞ്ഞു സാർ. സാറേ, ഇത് കാൻഡിഡേറ്റ് ലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമല്ലോ സാറേ? അതില് നമ്മൾ 7A ആ ഓർഡറിൽ തന്നെ, സീരിയൽ നമ്പർ ഓർഡറിൽ തന്നെ വേണം നോമിനേഷൻ ചെയ്യുമ്പോൾ? നോമിനേഷൻ വരുമ്പോ ആഡ് ചെയ്യുമ്പോൾ സീരിയൽ നമ്പർ കിട്ടണമെന്നില്ലല്ലോ സാർ? ഇപ്പൊ അതിന് 3 മണി കഴിഞ്ഞതിന് ശേഷം എത്രയും നമ്മൾ പോർട്ടൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അതെ. ഹലോ, ക്ലിയർ ആണ് സാറേ? ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഹലോ, 7A നിങ്ങൾ അവസാനമേ ഫൈനലൈസ് ചെയ്യത്തുള്ളൂ. അപ്പോഴല്ലേ നിങ്ങൾക്ക് സീരിയൽ നമ്പർ അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണോ ചോദ്യം? സാറേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നോമിനേഷൻ ഇപ്പൊ കിട്ടുമ്പോ തന്നെ നമ്മൾ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ നമ്പർ അതേ സെയിം തന്നെ ആവണമെന്നില്ലല്ലോ? നോമിനേഷൻ കിട്ടുമ്പോൾ ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾ സ്ക്രൂട്ടണി കഴിയുമ്പോൾ ആഡ് ചെയ്ത് വെച്ചോളൂ. അതെ. ഓക്കെ. സ്ക്രൂട്ടണി കഴിയുമ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഐഡിയ ഉണ്ടല്ലോ. ഓക്കെ. സാറേ, ആക്ച്വൽ 7A ഇംഗ്ലീഷിലും മലയാളത്തിലും കാൻഡിഡേറ്റിന്റെ നെയിം ഉണ്ടാവോ? ആക്ച്വൽ 7A ചെക്ക് ചെയ്യണം, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മലയാളം ഇങ്ങനെ പറഞ്ഞതുപോലെ അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് അത് ലിസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ 7A പ്രകാരം. നമ്മുടെ ഈ EPB ഇതിലാകുമ്പോഴത്തേക്ക് വരും അല്ലേ? മലയാളം ഇംഗ്ലീഷും വരുമല്ലോ. ഇതില് വരും. ഇതില് മലയാളം ഇംഗ്ലീഷ് വരും. യെസ്, വി ക്യാൻ ചെക്ക് ഹിയർ. 2 ലാംഗ്വേജിലും കണ്ടില്ലേ? അതെ. Okay, meeting wind up ചെയ്യാം. So if you have any doubts or anything, you can raise it to the
IT nodal officers and IT nodal officers have any doubt can raise it in the state group. We will respond accordingly. And all the best. Thank you.